ഈ സിനഡാലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പോപ്പ് കൊണ്ടുവന്നതാണോ? ഇദ്ദേഹം കൊണ്ടുവന്ന ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ഐഡിയ അതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ വിലയിരുത്തുന്നതും. ചരിത്രം അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ സഹസ്രാബ്ദത്തിലെ ഏറ്റവും ബെസ്റ്റ് റിഫ്ലക്ഷൻ, ഏറ്റവും ബെസ്റ്റ് ഇമേജ് ഓഫ് ക്രൈസ്റ്റ് അതായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്നാണ് എൻ്റെ ഇവാലുവേഷൻ. പുള്ളി നോക്കിയപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം ഈ സഭയുടെ ഹൈറാർക്കി സ്ട്രക്ചറാണ്, അധികാര ശ്രേണിയാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ഇവിടെ ഒരു സാധാരണ പള്ളി വരുന്ന വിശ്വാസം വന്നിട്ട് അവൻ എന്നെ പോലെ തുല്യനാന്ന് വെച്ചാൽ ഞാൻ സമ്മതിക്കാമെന്ന് മാത്രമല്ല ഇവിടെ സമ്മതിക്കാല ഇനി അഥവാ ഞാൻ സമ്മതിച്ചാലും ബാക്കിയുള്ളവർ സമ്മതിക്കാല. ഇതൊരു വലിയ കൺതുറവിയാണ്. ജീസസിന് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ പോരാ, പെണ്ണുങ്ങളാണ് വലിയ ക്രൂഷ്യൽ സമയത്തൊക്കെ കൂടെ കൊല്ലുമ്പം കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളാണ്, കൊല്ലുന്ന കഴിഞ്ഞ് കുഴിച്ച് ഇടാനായിട്ട് കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളാണ്. ഞാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ കബറിടത്തിലേക്ക് പിന്നെയും പോകുന്നത് പെണ്ണുങ്ങളാണ്. അപ്പോ പുറത്ത് കാത്തു നിന്നതും പോരാ. അതെ. അപ്പൊ ചോദ്യം ചോദിക്കേണ്ടത്, ഇത്ര ശിഷ്യരായിട്ട് ഇവരുണ്ടായിട്ട് എവിടെ വെച്ചാ ഇവർ ഔട്ടായത്? എന്തായിരിക്കാം ഇത്രയും തുറവിയുള്ള ഒരു മനുഷ്യൻ, നീതിബോധമുള്ള ഒരു മനുഷ്യൻ, ക്രിസ്തുബോധമുള്ള ഒരു മനുഷ്യൻ എന്തേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? അത് എനിക്ക് തോന്നിയത് എൻ്റെ ഹൈപ്പോത്തേസിസാണ്. കാരണം ഞാൻ തന്നെ ഇതിന് വിശദീകരണം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വിശദീകരണം കിട്ടുന്ന ഒന്ന്, ഈ മെത്രാന്മാരുടെ ഇത്തരമുള്ള പ്രശ്നങ്ങളിൽ പുള്ളി ലേറ്റായിട്ടാണേലും അദ്ദേഹം അവിടുന്ന് മാറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നാണേലും ഇതിനകത്ത് ഈ ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിലൂടെയാണ് അതായത് പോപ്പ് അവിടെ ഇരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഈ സംവിധാനത്തിൽ കൂടെയാണ്. ഈ 12 വർഷക്കാലം ജീസസിനെ ഈ കാലഘട്ടത്തിലും ഈ ലോകത്തിനും അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു. ജീസസ് എങ്ങനായിരിക്കും എന്ന് കാണിച്ചു കൊടുത്ത മനുഷ്യൻ. ഇത് ബെസ്റ്റ് എക്സാമ്പിൾ. അതുകൊണ്ട് ആ തേർഡ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പുസ്തകത്തിന്റെ 3 ഭാഗങ്ങളായിട്ടാണ് രൂപപ്പെടുത്തിയത്. പലരുമായിട്ട് എഴുതിയതും പോപ്പിന്റെ ഇന്റർവ്യൂസും പോപ്പിന്റെ പഠനങ്ങളും ചേർത്തിട്ടുള്ള ഒരു പുസ്തകമാണ് പോപ്പ് ഫ്രാൻസിസിനെ അറിയാം. അതിന്റെ എഡിറ്റർ എന്നുള്ള രീതിയിലേ ഇത് എന്ത് തരത്തിൽ ആളുകൾ വായിക്കപ്പെടണം എന്നാണ് വിചാരിച്ചത് ഈ സ്ട്രക്ചറിൽ ഇതിനെ രൂപപ്പെടുത്തിയപ്പോ? ഒന്ന്, ഞാൻ ബൈ പ്രൊഫഷൻ ഞാനൊരു സുവിശേഷം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേറ്ററാണ്. അതിനെ നമ്മളിപ്പം പറയുന്ന അധ്യാപകൻ എന്നാണ് പറയുന്നത്. പിതാവിന് ഒരു കമ്മ്യൂണിക്കേറ്ററാണല്ലോ. അപ്പോൾ ഞാൻ 2000 പഠനം കഴിഞ്ഞ് എൻ്റെ ഡോക്ടറൽ ബിരുദം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. അതും അച്ഛന്മാരാകുന്ന ചെറുപ്പക്കാരെ സുവിശേഷം പഠിപ്പിക്കുകയായിരുന്നു. അവർ കമ്മ്യൂണിക്കേറ്റ്. അപ്പം ഞാൻ ജീസസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഗോസ്പൽസിലൂടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനത് ശ്രദ്ധിച്ചത്, ഈ ഗോസ്പൽസിൽ തന്നെ ഈ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ 2 രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അത് കൃത്യം ഗോസ്പൽസ് പറയുന്നുണ്ട്. അതായത് ത്രൂ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, വാക്കിലും പ്രവൃത്തിയിലും കൂടെയാണ്. അത് ക്ലാസിക്കൽ ഒരു ഉദാഹരണം ഉള്ളത്, യോഹന്നാൻ എന്ന് പറയുന്ന സ്നാനം കൊടുത്ത യോഹന്നാനാണ് ഇയാളെ, സ്നാപക യോഹന്നാൻ കൊടുത്ത് ഇയാളെ ഇറക്കി വിടുന്നത്. എന്ന് പറഞ്ഞാൽ മുക്കി കുളിപ്പിച്ചപ്പോൾ ആകാശം പടരുന്നതും ആത്മാവ് വരുന്നത്. അപ്പോൾ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ആരുടെ മേൽ ദൈവാത്മാവ് ഇറങ്ങുന്നത് കാണുന്നു അവനാണ് എന്ന് പറഞ്ഞ ദൈവപുത്രൻ. അത് പറഞ്ഞിട്ട് ഇയാൾ ഇറക്കി വിടുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് ഇയാളെ എടുത്ത് അകത്തിട്ട് ഹെറോദോസ് ജയിലിലിട്ട് കഴിഞ്ഞ് മറ്റേ പുള്ളി ജീസസ് പുറത്ത് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ ജയിലിലിരുന്ന് റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇവൻ ചെയ്യുന്ന പരിപാടിയൊക്കെ. ഇയാൾ ഔദ്യോഗികമായിട്ട് ഇവനാണ് പാർട്ടി എന്ന് പ്രഖ്യാപിച്ചിരിക്കുക. അതായത് എന്നെക്കാ വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, ആ പുള്ളി ഈ പുള്ളിയാണ്, അവനാണ് മിശിഹ എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടിരിക്കുക. അപ്പോൾ ഇയാൾ അകത്തിരുന്നു കൊണ്ട് ഈ റിപ്പോർട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പം അയാൾക്കൊരു സംശയം, എടാ ഇത് എനിക്കിനി തെറ്റിപ്പോയോ? ഞാനിതല്ലല്ലോ ഉദ്ദേശിച്ചത്. അയാളിത് വളരെ ഗൗരവമാണ്. നമ്മൾ തമാശ പോലെ പറയുന്നു, പക്ഷേ ഇയാൾക്കൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം ഇയാള് മാൻഡേറ്റ് കൊടുത്ത് വിട്ടിരിക്കുന്ന ഇത് പെശക ക്രിസ്തുവാന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്ന. ഇവിടെ ഇത് നമ്മൾ കാണിച്ചത് മണ്ടത്തരമായോ? അപ്പോൾ ഇയാളെ ശിഷ്യന്മാർ ഇയാളെ ജയിലിൽ കാണാൻ ചെല്ലും. അവരോട് പറഞ്ഞു
പോയി അവനോട് തന്നെ ഒന്ന് ചോദിക്ക്, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീയാണോ വരാനിരിക്കുന്ന ക്രിസ്തു എന്നുള്ളത് തെളിച്ചു പറയാം. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഈ കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സമയമുണ്ട്. പോയി ഇപ്പം ശിഷ്യന്മാർ ഇവൻ്റെ അടുത്ത് പോയി, ഇയാടെ ജീസസിൻ്റെ അടുത്ത് വരുന്നു, ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ യോഹന്നാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇത് നീ തന്നെയാണോ ക്രിസ്തു, അത് പറയണം. അപ്പോൾ ഈ പുള്ളി കൊടുക്കുന്ന ഉത്തരവുണ്ട്, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനെ അറിയിക്കേ, വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ കാണുന്നത്. എന്നിട്ട് ഉടനെ സുവിശേഷം പറയുന്നു, കാണുന്നതിൻ്റെതാണ്, കാണുന്നത് പാവങ്ങളോട് സുവിശേഷം പറയുന്നു, കുഷ്ഠരോഗികൾക്ക് സുഖസൗഖ്യം കിട്ടുന്നു, മുടന്തര് നടക്കുന്നു, ഇതൊക്കെയാണ് കാണുന്നത്. കേൾക്കുന്നത് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ മനസ്സിലാക്കേണ്ടത് ത്രൂ ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്, അവനെ മനസ്സിലാക്കേണ്ടത് വാക്കിലും പ്രവൃത്തിയിലൂടെയാണ്. അതായിരുന്നു ജീസസിനെ കുറിച്ച് സുവിശേഷകർ അവതരിപ്പിച്ചതും ജീസസ് തന്നെ പറഞ്ഞതും യോഹന്നാനോട് പോയി നിങ്ങൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോപ്പിനെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാനുള്ള വഴി എന്നാണ്? വഴി ഇത് തന്നെയാ, കണ്ടത് പറയാം, രേഖപ്പെടുത്തുക. കണ്ട പാർട്ടികളെയാ ഞാൻ ആദ്യം അന്വേഷിച്ചത്. അങ്ങനെ അപ്പോഴാണ് എനിക്ക് കൃത്യം അറിയാം, ഇദ്ദേഹം നമ്മുടെ കളത്തിപ്പറമ്പ് പിതാവ് വരാപ്പുഴയുടെ ആർച്ച് ബിഷപ്പ്, ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സാന്താ മാർത്തായി താമസിച്ച ആളാണ്. കാരണം ഈ പുള്ളി മറ്റേ പുള്ളി മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് മുതലേ അവിടെ താമസം തുടങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ 2013 പുള്ളി വരുന്നത്. അപ്പോൾ കുറേ കാലം പിന്നീട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് നല്ല അനുഭവങ്ങളുണ്ട്. അതൊരു കാര്യം. അത് ഞാൻ ജീവചരിത്രത്തിനകത്ത് തന്നെ പുള്ളിയുടെ ടൈപ്പ്. 2, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ യാത്രകൾ ക്രമീകരിച്ചിരുന്ന കൂവക്കാട്ട് കർദിനാൾ ചെറുപ്പക്കാരനാണ്. പുള്ളി ഒരാളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാകുമ്പോൾ നമുക്ക് അയാളെ മറ്റാർക്കും കിട്ടാത്ത അനുഭവങ്ങൾ കിട്ടുകയാണല്ലോ. മൂന്നാമത്തത് ഈ നമ്മൾ ഈ പറയുന്ന ക്ലീമിശുതാവ് എന്ന് പറയുന്നത് അസാധാരണ പ്രതിഭയാണ്. അതും എനിക്ക് അയാളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്രയും പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നത്. എന്നാൽ പോലും അസാധാരണ പ്രതിഭയാണ്. അപ്പോൾ ഈ റോമിൽ നമ്മുടെ കർദിനാളന്മാരിൽ ഇദ്ദേഹത്തിന് കൂടുതൽ എന്നാ പറയുന്നത്, എന്തോ ഒരു കാരിസ്മ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പായെ പലപ്പോഴും ഇദ്ദേഹത്തിന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇടപെടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് തമാശ തന്നെയല്ല. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺക്ലേവിൽ ക്ലീമിശുതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ മാർപ്പാപ്പ ആയതിനു ശേഷം പിന്നെ ഇദ്ദേഹം മാർപ്പാപ്പയെ കാണാൻ ചെന്നു. ക്ലീമിശുതാവ് എടോ നമ്മൾ അടുത്ത മുറിക്കാരാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേ, അത്രയും അടുപ്പമുള്ളവൻ. അതുകൊണ്ടാണ് ഞാൻ കാത്തലിക് ചർച്ചയിൽ നിന്ന് ഏറ്റവും അടുത്ത് ഇടപെട്ട 3 പേരെ ഒന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ അവരോട് അനുഭവങ്ങൾ. പിന്നെ കാത്തലിക് ചർച്ചിന് പുറത്തുള്ള യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, മാർത്തോമാ സഭ, അത് ഞാൻ അന്വേഷിച്ച് ഇവരിൽ ആരായിരിക്കാം കൂടുതൽ പാപ്പായായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത്. അങ്ങനെ ഉള്ള 3 പേരെയാവും. 2 നേതാക്കന്മാരവരുടെ കാതോലിക്ക ബാബാമാരും പിന്നെ അതുപോലെ തന്നെ ഭരണമാസ് തിരുമേനിയും കൊണ്ടുവന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ അന്വേഷിച്ചാട്ടെ, ഇദ്ദേഹം എല്ലാ മനുഷ്യരുമായിട്ട് ഇടപെട്ടതല്ലേ, മറ്റു മതസ്ഥരുമായിട്ടുള്ള പെരുമാറ്റത്തിൽ. അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ശ്രീനാരായണ ഗുരു 1920 സർവമത സമ്മേളനം ആലുവ അവിടെ ആശ്രമത്തിൽ വെച്ചാണ് സർവമത സമ്മേളനം നടന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞ മഹാൻ. നമ്മൾ അതൊക്കെ എന്താ ഇത്? ഒരുമിച്ച് കൂടുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും, അതായിരുന്നു അതിൻ്റെ ആപ്തവാക്യം. അപ്പോൾ അതിൻ്റെ ജൂബിലി നടന്നത് റോമിലായിരുന്നു. അപ്പോൾ അത് ജൂബിലിയുടെ ആ സമാപനം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൊണ്ട് ജയിച്ചത്. അന്ന് ഇവിടുന്ന് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഇവർ പോയിട്ടുണ്ട്. ഇദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ, നമ്മുടെ ധർമ്മചൈതന്യ സ്വാമിയെ. ഇപ്പം പുള്ളി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കിട്ടിയത്. മറ്റേ പുള്ളിയും പറഞ്ഞെങ്കിൽ നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കിട്ടി, അത് കിട്ടി. പിന്നെ ഞാൻ നോക്കിയപ്പം ഇനി ആരാ? അപ്പോഴാണ് എനിക്ക് റോമിൽ നിന്ന് വിവരം കിട്ടി, അവിടെ പതിവായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ ഇദ്ദേഹത്തെ മതാന്തര സംവാദത്തിൻ്റെ മീറ്റിങ്ങുകൾ റെഗുലറായിട്ട് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ വിളിച്ചത്. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ നിന്ന് എഴുതി കിട്ടാൻ സമയമെടുത്തു, എന്നാലും അത്. അപ്പം അങ്ങനെ ഒരു റേഞ്ച് ഓഫ് ഒരു വളരെ റേഞ്ചിൽ ഉള്ള ആൾക്കാരുടെ ഒരു പാപ്പായുമായിട്ടുള്ള നേരിട്ട് കണ്ട അനുഭവങ്ങൾ, അത് പ്രധാനപ്പെട്ടതാണ്. ഒരുത്തിനെ കണ്ട അനുഭവം. രണ്ടാമത്തെ ഞാൻ ചിന്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാണ് ഇന്ന് കണ്ട് ഇവർ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂസിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് 3 എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത് ഞാൻ ചിന്തിച്ചത് ഏതൊരു വ്യക്തിയെയും മാറി നിന്ന് അനലൈസ് ചെയ്യുന്നിടത്താണ്
നമുക്ക് കുറെ കൂടെ വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്യാൻ പറ്റുന്നത്. അതിന് ഇവിടെ പ്രഗത്ഭരായ വിദഗ്ധരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവരിൽ പലരോടും ഇദ്ദേഹം സ്പർശിച്ച വിവിധ മേഖലകളുണ്ട്. പരിസ്ഥിതി മുതൽ ഓരോ മേഖലയിലും വൈദഗ്ധ്യം നേടിയവരോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ ക്രിട്ടിക്കലായിട്ടൊന്ന് അവതരിപ്പിക്കാൻ. അതാണ് മൂന്നാം ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ വിഷൻ, ജീവിത ദർശനം, അത് വിവിധ മേഖലകളിൽ നിന്ന് അനലൈസ് ചെയ്യുന്ന ലേഖനങ്ങളാണ് മൂന്നാം ഭാഗത്ത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നി ഒരു കോംപ്രിഹെൻസീവായിട്ട് പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ചൊരു വിലയിരുത്തൽ ഇവിടുത്തെ വായനക്കാരന് കിട്ടണം. ഗൗരവമായിട്ട് പോപ്പ് ഫ്രാൻസിസിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ലൈഫിൽ എന്തായിരുന്നു, അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പറച്ചിലുകളിൽ സംസാരങ്ങളിൽ എന്തായിരുന്നു, രണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജീവിത ദർശനം എങ്ങനെ നമുക്ക് ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായിട്ട് അനലൈസ് ചെയ്യാം, വിശകലനം ചെയ്യാമെന്നുള്ളത്. അങ്ങനെയായി ഒരു പൂർണ്ണതയിലേക്ക് പുസ്തകത്തെ ഒന്ന് സങ്കല്പിക്കാൻ എനിക്ക് ശ്രമിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വന്നിട്ടുള്ള ഇവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള പല ഉന്നതരും പോപ്പ് ഫ്രാൻസിസിനെ വിലയിരുത്തുന്നത് നമ്മുടെ ആ ലക്കത്തിൽ വന്നായിരുന്നു. അപ്പോൾ അവരും മാറി നിന്ന് വിലയിരുത്തുക, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടിട്ടില്ലെങ്കിൽ പോലും വിലയിരുത്തൽ, അതും കൂടെ കൂടുമ്പോൾ ഇത് പൂർണ്ണമാകും. അങ്ങനെയാണ് ഇത് വന്നത്. ഇഗ്നേഷ്യൻ ആത്മീയതയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇഗ്നേഷ്യൻ ആത്മീയത വരിച്ച ഒരാളായിരുന്നു. എന്താണ് ഇഗ്നേഷ്യൻ ആത്മീയത കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഞാൻ അതിനെ സമീപിച്ചത്, ഇദ്ദേഹം ചെറുപ്പകാലം മുതൽ ജെസ്യൂട്ട് സന്യാസ സമൂഹം, അതിൻ്റെ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോള അയാളുണ്ടാക്കി കൈമാറിക്കൊടുത്ത ഒരു ആത്മീയത, അത് പിന്തുടർന്ന് പരിശീലിച്ച ആളാണ്. എൻ്റെ അന്വേഷണം, ഇയാൾ ശരിക്കും പറഞ്ഞാൽ പേര് സ്വീകരിച്ചത് അസീസിയിലെ ഫ്രാൻസിസ്, അയാൾ ജെസ്യൂട്ടല്ല, അയാളൊരു ഫ്രാൻസിസ്കൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു സാധനമാണ്. ഞാൻ ഈ മുമ്പ് പറഞ്ഞ കത്തോലിക്ക സഭയിലെ വേറൊരു സന്യാസ സമൂഹമാ, വേറൊരു ഡൈമെൻഷന് ഊന്നൽ കൊടുക്കുന്ന. അവർ കൊടുത്തത് ദാരിദ്ര്യത്തിനായി. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് അയാൾ ഇറങ്ങിത്തിരിക്കുന്നത്. ദാരിദ്ര്യം എൻ്റെ ഭാര്യ എന്നാ പുള്ളി പറയുന്നത്. അപ്പോൾ അതൊരു ക്ലാസിക്കൽ പ്രയോഗം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ ഫ്രാൻസ് അത് കസന്ത സാക്കീസിൻ്റെ ലോർഡ്സ് പവർ ദരിദ്രനാൻ, അത് നിസ്വൻ എന്ന് പറഞ്ഞ് അത് വായിച്ചാൽ കൃത്യം കിട്ടും. അതായത് ഇയാൾ മരിക്കാൻ പോകുമ്പം അസീസിയിലെ ഫ്രാൻസിസ് ഇയാൾ പറയുന്നത്, ബ്രദർ ലിയോയൊന്നും കൂട്ടുകാരൻ അവനോട് പറയുന്ന, എടാ എന്നെ വിവസ്ത്രനാക്ക്, മുഴുവൻ ഉടുപ്പ് ഊരുക, എന്നിട്ട് നിലത്ത് കിടത്ത്, രോഗിയായി മരിക്കാൻ പോവുക. അങ്ങനെ നഗ്നനായിട്ട് അയാൾ കാരണം ഞാൻ ദരിദ്രൻ. ഞാൻ പറഞ്ഞു ഇത് ഭയങ്കരമായ സങ്കല്പമാണ്, വിടുതലാണ്. അപ്പം അവർ ഊന്നൽ കൊടുത്തിരുന്നത് ദാരിദ്ര്യത്തിലായിരുന്നു. ആ ദാരിദ്ര്യത്തിൻ്റെ കുലപതിയുടെ പേരാണ് ബെർഗോളിയോ സ്വീകരിക്കുന്നത്. അപ്പോൾ എൻ്റെ അന്വേഷണം അങ്ങനെയാണെങ്കിൽ ഈ ജെസ്യൂട്ട് പാരമ്പര്യത്തിൽ നിന്നും ഇയാളെ സ്വാധീനിച്ചത് എന്താ? കാരണം ഇത്രയും ദീർഘകാലം ഇതിനകത്ത് ആയിരുന്നല്ലോ ഇയാൾ. 2013 വരെ ഈ വാസ ജെസ്യൂട്ട്, അതിനുശേഷം ഉണ്ടെന്ന് എന്നാൽ എന്താണ്? അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ മാർപ്പാപ്പ ആയതിനു ശേഷമുള്ള പ്രയോഗങ്ങളാണ് ഞാൻ കൂടുതൽ, അതിന് മുമ്പുള്ളതുകൊണ്ട്. അപ്പം ഇയാൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഡിസേൺമെന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വിവേചിച്ചറിയുക. വിവേചനം അതാണ്, അതൊരു വലിയ പ്രക്രിയ എന്നാണ് ഈ പുള്ളി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇഗ്നേഷ്യസിന്റെ സാധനമാണ്. അത് പുള്ളി തന്നെ പറയുന്നുണ്ട്, ഇഗ്നേഷ്യസിന്റെ സാധനം. അതായത് നമ്മൾ ദൈവഹിതം എന്നാന്നും പറയും, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എടുക്കുന്ന സാധനമല്ല. അതൊരു നീണ്ട പ്രോസസ്സിൽ കൂടെ നമ്മളൊരു സമൂഹത്താകുമ്പോൾ, നമ്മുടെ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുമ്പം പല ലെവലിലുള്ള കൂടിയാലോചനകൾ, ഇതിൻ്റെ ഏറ്റവും നല്ല മോഡലാണ് പുള്ളി കൊണ്ടുവന്ന സിനഡാലിറ്റി എന്ന് പറയുന്ന സാധനം. അതാണ് സംസാരിച്ച് അതിനുള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സാധനം ഉണ്ടായി വരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതാണ് ഇഗ്നേഷ്യൻ ഡിസേൺമെന്റ് പറയുന്നത് അദ്ദേഹം. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അല്ലാതെ വളരെ ഈ പോപ്പ് ഫ്രാൻസിസ് കൊണ്ടുവന്ന ഏറ്റവും റാഡിക്കലായ സംഭാവന എന്താന്ന് ചോദിച്ചാൽ, ചിലർ പറയും കാരുണ്യമാണ്, ഓക്കെ, ചിലർ പറയും ദാരിദ്ര്യമാണ്, ഓക്കെ, ഇങ്ങനെ പലതും പറയും. പക്ഷെ ഞാൻ പറയും ഒന്നുമല്ല, ഇദ്ദേഹം കൊണ്ടുവന്നത് സിനഡാലിറ്റിയാണ്. കാരണം നമ്മൾ ഒരുത്തനെ അടിക്കുമ്പോൾ മർമ്മം നോക്കി അടിക്കണം. അടി കൊണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ മർമ്മം നോക്കി അടിക്കണം. അത് ഈ മർമ്മമാണ്, ചർച്ചിന്റെ മർമ്മത്തിനിട്ടാണ് പുള്ളി അടിക്കുന്നത്. ചർച്ച് എന്ന് പറയുന്ന ഈ വ്യവസ്ഥാപിത സാധനത്തിന്റെ മർമ്മം എവിടെയാണ്? എന്തുകൊണ്ടാണ് ഇതിനകത്ത് ജീസസിൽ നിന്നും ഇത്രയും അകലം ഇതിന് വന്നു ഭവിച്ചത്? എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്നുള്ളത് പുള്ളിക്ക് കൃത്യം അറിയാം. ഇയാളുടെ അറിവിനെ കുറിച്ച് പറയുന്നത് ഞാൻ
സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള തലയിൽ ഇയാൾക്ക് ഓർമ്മയും അറിവുണ്ട്. അതായത് ഇയാൾ ആദ്യത്തെ ഇന്റർവ്യൂ അന്റോണിയോസ് പാല ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇയാളൊരു ചോദ്യം ചോദിച്ചു, മറ്റേത് വിട്ടുപോകരുത്, അതിന്റെ ഇടയ്ക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ഞാനിങ്ങനെ കയറി വരുന്നനുസരിച്ച് പറയുന്നത്. അപ്പോൾ ഇയാളോട് അയാൾ ചോദിച്ചു, ഈശോ സഭയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുള്ള കാലഘട്ടം ഉണ്ടോ? ഈ ജെസ്യൂട്ട് സഭയെ മാർപ്പാപ്പ നിർത്തലാക്കിയ ഒരു കാലഘട്ടമുണ്ട്, ബാൻ ചെയ്തു. അങ്ങനെയുണ്ട്. ഇപ്പൊ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി DYFI അല്ലെ കോൺഗ്രസ് പാർട്ടി KSUവിനെ ബാൻ ചെയ്യുന്നു എന്ന് പറയുന്ന കണക്ക് ഇതിനെ ബാൻ ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. അപ്പം പുള്ളി പറഞ്ഞ അതൊരു കാലഘട്ടമാണ് ഞങ്ങളെ വിലക്ക്, ഒന്നും ചെയ്യണ്ട, ഇത് ഔദ്യോഗികമായിട്ട് നമ്മുടെ പാർട്ടി പരിപാടിയല്ല, ഈ പ്രസ്ഥാന പരിപാടിയല്ല, അല്ല 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 അതങ്ങ് പുള്ളി. അപ്പൊ അങ്ങനെ ഒരു മാർപ്പാപ്പ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, വേറെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച സങ്കടം ഉണ്ടാക്കുന്ന കാര്യം മലബാർ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞു. ആ ഇന്റർവ്യൂവിൽ, ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഇയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇയാൾ കൊള്ളാമല്ലോ, എങ്ങാണ്ട് അർജന്റീനയിൽ കിടന്ന ഒരു മനുഷ്യൻ, ഒരിക്കലും കാണുകയും വരികയും ചെയ്യാത്ത ഒരു നാട് മലബാർ എന്ന് പറയുന്ന കേരളമാണ്. മലബാർ പ്രോബ്ലം അത് എന്നതാന്ന് ചോദിച്ചാൽ, ഉദയംപേരൂർ സോനോഗോദോസ് എന്ന് പറയുന്ന സാധനം ഈ 17-ാം നൂറ്റാണ്ടിൽ ഇവിടെ നടന്ന റിഫ്റ്റ് ഉണ്ട്, അത് വിളിച്ചു കൂട്ടിയത് ഒരു ഈശോ സഭാമെത്രാനായിരുന്നു. പുള്ളി പറയുന്നത് അത് അതായത് പുള്ളിയുടെ സെൻസ് ഓഫ് ഹിസ്റ്ററിയാണ്, ചരിത്രവും തമ്പുരാനെ. ഞാൻ പറഞ്ഞു ഇയാളെ സമ്മതിക്കണം, കാരണം ഞാൻ പോലും ഈ സാധനമൊക്കെ ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കും, നമ്മളിവിടെ ജനിച്ചു വളർന്നിട്ട്. അതാണ് അയാൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇയാളുടെ ചരിത്രബോധം. അപ്പം ഇയാളുടെ കാര്യങ്ങളെ അപഗ്രഥിക്കാനുള്ള കഴിവ് വളരെ, അതാണ് കർമ്മ കുശലനായ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ ഈ ചർച്ചിൽ ക്രിസ്തുവിൽ നിന്നും ഈ സഭ എന്നുള്ള സംവിധാനം അകലുന്നതിൻ്റെ മർമ്മപ്രധാനമായ ഒരു കാരണം പുള്ളി നോക്കിയപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം ഈ സഭയുടെ ഹൈറാർക്കി സ്ട്രക്ചറാണ്, അധികാര ശ്രേണിയാണ്. അപ്പം ഇത് പുള്ളി മാത്രം മനസ്സിലാക്കിയുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന, അല്ല ഇവിടുന്നകത്തുള്ളതും പുറത്തുള്ളവർക്കും അറിയാം, ഈ അധികാര ശ്രേണിയാണ് ഇതിൻ്റെ പ്രശ്നം. പോരാ, 2ാം വത്തിക്കാൻ കൗൺസിൽ ശരിക്കും ഈ അധികാര ശ്രേണിയെക്കുറിച്ച് 18-ാം നൂറ്റാണ്ടില്ല ഒരു മെത്രാൻ പറഞ്ഞത്, സഭ എന്ന് പറഞ്ഞാൽ പിരമിഡാണ്. പിരമിഡ് ഡിഫൈൻ ചെയ്ത് പിരമിഡാണ്. ഏറ്റവും അടിയിൽ ദൈവജനം, അതിൻ്റെ മുകളിൽ വൈദികർ, അതിൻ്റെ മുകളിൽ മെത്രാന്മാർ, അതിൻ്റെ മുകളിൽ കർദിനാളന്മാർ, അതിൻ്റെ മുകളിൽ മാർപ്പാപ്പ, പിരമിഡാണ്. ഓക്കെ, ഇത് 2ാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുന്നത് 1962 ഒരു മെത്രാൻ ഇതിനെ തല തിരിച്ചിട്ടിട്ട് പറഞ്ഞു, പിരമിഡാണ്, പക്ഷെ തല തിരിഞ്ഞ അത് ക്ലാസിക്കൽ പ്രയോഗമായിരുന്നു. അതായത് പുള്ളി പറഞ്ഞതിന്റെ അർത്ഥം, ഈ തലപ്പത്തിരിക്കുന്നവൻ ഏറ്റവും താഴെ നിൽക്കണം, ജനമാണ് മേലെ. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജീസസിന്റെ കൺസെപ്റ്റാണ്. അതായത് ഗോസ്പലിൽ മാർക്ക് എനിക്ക് തോന്നുന്നു 10:42 അദ്ദേഹം പറയുന്നുണ്ട്, ഇവരുടെ ഇടയിൽ ആരാ വലിയവൻ തർക്കമുണ്ടായും പറഞ്ഞു, ഇടാവേ മറ്റ് ഉള്ളവരുടെ ഇടയിലൊക്കെ അവരുടെ അധികാരികൾ ആധിപത്യം പുലർത്തുന്നു, അധികാരം പ്രയോഗിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും വേലക്കാരനാകണം, ദാസ്യവൃത്തി ചെയ്യണം. ഇതാണ് പുള്ളിയുടെ നോം. എങ്കിലേ നമ്മുടെ ഇവരൊക്കെ പറയുന്ന ഇഗാലിസ്റ്റിക് സൊസൈറ്റി ഉണ്ടല്ലോ, സാഹോദര്യ തുല്യതയിലൂടെ സമൂഹം ഉണ്ടാവുള്ളൂ. ഏറ്റവും മുകളിലിരിക്കുന്നവൻ ഏറ്റവും താഴ്ന്നു. അത് ഈ ഈശോ ആവർത്തിച്ച് പറയുന്ന ഒന്നാമത്തവൻ അവസാനത്തവനോ, കാരണം റിവേഴ്സൽ ആയാലേ സംഭവം നടക്കുകയുള്ളൂ. ഇത് ജീസസിന്റെ സങ്കല്പമാണ്. അതിന്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ജീസസിന്റെ കൊണ്ടുവന്ന കൺസെപ്റ്റിനെ ഒറ്റ കാര്യത്തിൽ ഒതുക്കാമെങ്കിൽ അതിന്റെ പേര് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക ഭാഷയിൽ, പക്ഷെ അതിനെ പ്രയോഗിക്കേണ്ടത് ദൈവത്തിൻ്റെ ഭരണം എന്നാണ്. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ബസിലെയ്യ തൂസേവു എന്ന് ആദ്യം ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. അപ്പോൾ ഈ ദൈവഭരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുള്ളി തന്നെ കൃത്യം, ദൈവം അപ്പനായിട്ടിരിക്കുന്ന അവസ്ഥ. ദൈവം അപ്പനായിട്ട് ഭരിക്കുന്നു, അത് ഭരണമല്ല, സ്നേഹമാണ്. അപ്പനായിട്ടിരിക്കുന്നു, നമ്മുടെ ഭാഷയെ പറഞ്ഞ അമ്മയായിട്ടിരിക്കുന്നു. മനിലേക്ക് എന്നോട് ഒരു അകൽച്ച ഉണ്ടാകേണ്ടത് കരുതിയ. അപ്പം ദൈവം അമ്മയായിരിക്കുന്ന അവസ്ഥ, ബാക്കിയെല്ലാം മക്കളാണ്. അതിൻ്റെ കോൺസിക്വൻസ് മക്കളാണേൽ അതിലാരും മുകളിലുമല്ല ആരും താഴെയല്ല, സാഹോദര്യ തുല്യതയാണ്, സമഭാവന. ഇവര് തമ്മിൽ സമഭാവനയാണ്. ഇതാണ് ജീസസ് കൊണ്ടുവന്ന കിങ്ഡം ഓഫ് ഗോഡ്, ദൈവ ഭരണം എന്ന് പറയുന്നത്. സാഹോദര്യ തുല്യത, സമഭാവന, ഇതാണ് സങ്കല്പം. ഈ ഒരു സങ്കല്പവും ഇപ്പോഴത്തെ സഭയുടെ സ്ട്രക്ചറും തമ്മിൽ ഒത്തുപോകുന്നില്ല. ഇതാണ് വത്തിക്കാൻ കൗൺസിൽ അഡ്രസ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് റിവേഴ്സലായ പിരമിഡാണ് എന്ന് പറഞ്ഞത്, റിവേഴ്സ് ചെയ്ത പിരമിഡാന്ന് പറഞ്ഞു. അതെ,
അപ്പോൾ ഈ വത്തിക്കാൻ കൗൺസിൽ ചെയ്ത ഒരു വലിയ നവീകരണം ഇതൊന്നും മാറ്റി. അതുകൊണ്ട് ആ പുള്ളി വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ് തന്നെ ഇറങ്ങി, സഭയെക്കുറിച്ചുള്ള ഡോക്യുമെന്റ് വന്നപ്പോൾ അതിൽ ഒന്നാമത് പറയുന്നത് ദൈവജനത്തെക്കുറിച്ചാണ്. ആദ്യം അത് ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് പോപ്പിനെ കുറിച്ചായിരുന്നു. അത് മാറ്റി, അത് അവസാനത്തെ അധ്യായത്തിലേക്ക് മാറ്റി. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് തിയററ്റിക്കൽ മാറ്റമാണ്, പ്രാക്ടിക്കലി സംഭവിച്ചില്ല, ഒന്നും നടന്നിട്ടില്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ഇവിടെ ഒരു സാധാരണ പള്ളി വരുന്ന വിശ്വാസി വന്നിട്ട് അവൻ എന്നെ പോലെ തുല്യനാന്ന് വെച്ചാൽ ഞാൻ സമ്മതിക്കാമെന്ന് മാത്രമല്ല, ഇവിടെ സമ്മതിക്കുമോ? സമ്മതിക്കാല. ഞാൻ ഇനി അഥവാ ഞാൻ സമ്മതിച്ചാലും ബാക്കിയുള്ളവർ സമ്മതിക്കാല. ഇനി അത് അരമന ഇപ്പം ഞാൻ എറണാകുളം അരമനയിലോ വരാപ്പുഴ അരമനയിലോ ചെന്നിട്ട് ഒരു വിശ്വാസി എന്നിട്ട് മെത്രാനെ പിതാവേ ഞാനും നമ്മൾ ഒന്നാന്ന് പറഞ്ഞാൽ അവൻ അവിടുന്ന് ജീവനോടെ പോവുകയല്ല. കാരണം ഈ സംവിധാനം അത്ര രൂക്ഷമാണ്, നമ്മൾ പുസ്തകത്തിൽ എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ എങ്ങനെ, ഇത് പോപ്പ് ഫ്രാൻസിസിന് അറിയാം, ഇത് നമ്മൾ പറയുന്ന കണക്ക് കാര്യങ്ങൾ നടക്കുകയല്ല, ക്രിസ്തു പറയുന്നത് ഇപ്പോഴത്തെ അകലം. അതുകൊണ്ട് പുള്ളി എന്നാ ചെയ്തു, പുള്ളി ചെയ്ത്, അതായത് സിനഡാലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഈ പോപ്പ് കൊണ്ടുവന്നതാണോ? ഇദ്ദേഹം കൊണ്ടുവന്ന, ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ ഐഡിയ അതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ വിലയിരുത്തുന്നതും. ചരിത്രം അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയാനുള്ള കഴിവ് എനിക്കുണ്ടെന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ സിനഡാലിറ്റി ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അത് ചെയ്ത് നോക്കണം. 3 വർഷം ഇതിനുള്ള ഒരുക്കം നടന്നു. 3 വർഷം സഭയിലാകമാനം. ഇത് പ്രത്യേകത, ഈ കേരളത്തിലൊന്നും ഈ ഹൈറാർക്കിക്കൽ ചർച്ച് ഇത്രയും പ്രബലമായി നിൽക്കുന്നിടത്ത് ഇതിന്റെ അടികളൊന്നും വന്നിട്ടില്ല. അതേസമയം ബാക്കി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പുള്ളി ആദ്യം ഇടവകളിലേക്ക് വരെ ഈ വിഷയം ചർച്ച ചെയ്യാൻ അയച്ചു കൊടുത്തു. ഇടവകളിൽ നിന്ന് ചർച്ച ചെയ്ത് കിട്ടുന്നതിന്റെ തീരുമാനങ്ങൾ അതിന്റെ മുകളിൽ രൂപതകളിലേക്കും, രൂപതകളിൽ നിന്ന് കേന്ദ്രത്തിലെ ഓരോ രാജ്യത്തേക്കും, രാജ്യത്ത് നിന്ന് അവിടെ എത്തണം. അങ്ങനെ 3 വർഷം ഒരുക്കം കഴിഞ്ഞാണ് ഈ 2 വർഷങ്ങളായിട്ട് 2 ഒക്ടോബറുകളിലായിട്ട് അവിടെ ഒരുമിച്ച് കൂടിയത്. അങ്ങനെയാണ്. ഇവിടെ അതിന്റെ റിഫ്ലക്ഷൻസ് അത്ര ഉണ്ടായില്ല. ഇല്ല, ഇവിടെ അതുണ്ടായില്ല. അത് സങ്കടകരമായ കാര്യമാണ്. അത് ഈ 2 വർഷമായിട്ട് ഈ സിനഡ് അങ്ങ് പുള്ളി നീട്ടി, സിനഡാലിറ്റിയെ കുറിച്ചുള്ള. അന്ന് അതിന്റെ പ്രത്യേകത കാണണം എന്ന് പറഞ്ഞാൽ ഇത് തിയറി അല്ല, അതാ പുള്ളിയുടെ പ്രത്യേകത. അത് വളരെ കൃത്യമാണ്. ഞാൻ കാരുണ്യകൻ തുടങ്ങിയപ്പോൾ ഇതിനകത്ത് ഒരു വലിയ ഞാൻ മാറിക്കഴിഞ്ഞിട്ട് ഒരു ലക്കം ചെയ്യാൻ ഞാൻ പോയി. അതിനകത്ത് ചെയ്ത് ഇതാണ്, ഇദ്ദേഹം ഈ കോൺഫറൻസ് നടക്കുന്ന വലിയ ഹാളാണ്. ആ ഹാളിൽ 10 പേരുടെ ഗ്രൂപ്പായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന ഈ സിനഡിൽ, സാധാരണ സിനഡിൽ മെത്രാന്മാർ മാത്രമേ കാണൂ. ഈ സിനഡിൽ അൽമായരുണ്ട്, പെണ്ണുങ്ങളുണ്ട്, അൽമാരിൽ തന്നെ പെണ്ണുങ്ങളുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, സാധാരണ അച്ഛന്മാരുണ്ട്. ഇവരെല്ലാം കൂടിയ സാധനത്തിൽ ഒത്തിരി പേരുണ്ട്. എന്നാ ചെയ്ത് 10 പേരുടെ ഗ്രൂപ്പായിട്ട് തിരിച്ചു. എന്നിട്ട് 10 പേര് ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കും. എല്ലാവർക്കും സംസാരിക്കാൻ തുല്യ സമയം. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടോണ്ടിരിക്കണം. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ചർച്ചയാകാം, പക്ഷെ തുല്യ സമയം. എന്നിട്ട് അതിൽ നിന്നും ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ സമ്മേളനത്തിന്റെ പൊതുവേദിയിലേക്ക് അവതരിപ്പിക്കുകയും അങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന, അത് എനിക്കൊന്ന് 10, 45, 60 ദിവസം നീണ്ടു നിന്ന 2 വർഷത്തെ നീണ്ട പരിപാടികളാണ്. അത് ഈ സിനഡൽ തീരുമാനങ്ങളായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. അത് വിപ്ലവകരമായ മാറ്റമാണ് ഈ സംവിധാനത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ നമ്മളിവിടെ അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം. അത് വലിയ അപകടമാണ്. അപ്പം പുള്ളി ചെയ്തത് എന്താണ്? പുള്ളിക്ക് മനസ്സിലായി, ഏത് മാറ്റം കൊണ്ടുവന്നാലും മാറ്റം നടപ്പിലാകണം, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മാറ്റം നടപ്പിലാകണമെങ്കിൽ ഈ സ്ട്രക്ചറൽ ചർച്ച, ഘടന, അധികാര ശ്രേണിയിൽ മാറ്റം ഉണ്ടാകണം, പൊളിയണം. അത് പുള്ളി ചെയ്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലുമുള്ള എല്ലാവരുടെയും പങ്കാളിത്തം, സാധാരണ വിശ്വാസി പോലും കൂടിയിരുന്ന് ആലോചിച്ചിട്ടേ തീരുമാനം. ഈ ഒരു രീതി രൂപതകളിലേക്ക്, ഇവിടെയുള്ള എല്ലാ രൂപതകളിലേക്കും വരണമെന്ന് അദ്ദേഹം ഇതിനകത്ത് കൃത്യമായിട്ട് എൻ്റെ വഴികളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത്, ഏറ്റവും നല്ല സാധനം പറഞ്ഞേൽപ്പിച്ചു. ഈ സംവിധാനത്തെ മാറ്റാൻ, സംവിധാനം നവീകരിക്കാൻ, അതിലൂടെ ബാക്കി മാറ്റങ്ങളെല്ലാം വരുത്താൻ സാധിക്കുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ഇതിനെ മാറ്റാനായിട്ടുള്ള ഒരു പ്രോസസ്, പരിപാടി പുള്ളി ഉണ്ടാക്കി, അതിനുള്ള തീരുമാനങ്ങൾ എടുത്തു വെച്ചു. എന്നിട്ട് ഇത് നടപ്പിലാക്കാൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവരെ തന്നെ പെട്ടു. അതുകൊണ്ട് എന്ത് പറ്റി? അതുകൊണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും വലിയ വിപ്ലവകരമായി മാറ്റം നടപ്പിലാക്കാൻ ഈ സംവിധാനത്തെ തന്നെ ഏൽപ്പിച്ചതോടുകൂടി ഇത് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. നടപ്പിലാകുകയല്ലെന്ന് തന്നെയാണ്. അത് കാരണം അതാ തെളിയിക്കുന്നത്. അദ്ദേഹം പോയിട്ട് ഇപ്പം തന്നെ ഏപ്രിൽ മാസത്തിലാണല്ലോ അദ്ദേഹം, 21-ാം തീയതിയാണല്ലോ കടന്നുപോയത്.
6 മാസമാവുന്നു. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സഭാ സംവിധാനത്തിൽ മാറ്റം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ പ്രബോധനം എന്ന് പറയുന്ന എവഞ്ചേലികാവധിയും സുവിശേഷത്തിൻ്റെ ആനന്ദം ആദ്യം ഇറക്കിയതാണ്. അതിൽ 43-ാമത്തെ നമ്പറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊരു ക്ലാസിക്കൽ മാസ്റ്റർ സേയിങ്ങാണ്. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്. അതും അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് ഈ പറയുന്നതിന് ആധികാരികതയ്ക്ക് വേണ്ടി ഉദ്ധരിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയിലെ 2 കാലഘട്ടങ്ങളിലെ അതികായന്മാരെയാണ്. ഒന്ന് ആഗസ്റ്റീനോസ്, സെയിന്റ് അഗസ്റ്റിൻ, അതായത് ആദിമ നൂറ്റാണ്ടുകളിൽ ഏറ്റവും വലിയ തിയോളജിനാണ് അഗസ്റ്റിൻ. 2 തോമസ് അക്വീനാസ്, മധ്യകാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ തിയോളജിനാണ്. ഇവരെ രണ്ടുപേരെയും കോട്ട് ചെയ്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പറയുന്നതല്ല, മുമ്പ് 2 വലിയ പ്രഗത്ഭന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്നത്. അതുകൂടെ കോട്ട് ചെയ്തിട്ട് അതിന് സൈറ്റേഷനൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും 43-ാമത്തെ നമ്പറിൽ ക്രിസ്തുവും അപ്പസ്തോലന്മാരും നമുക്ക് കൈമാറിയിട്ടുള്ളവ വളരെ ലളിതവും ചുരുക്കവുമാണ്. അവയോട് കാലാകാലങ്ങളിൽ സഭ കൂട്ടിച്ചേർത്തിട്ടുള്ളവ അനുഷ്ഠിക്കുമ്പോൾ അതിൽ മിതത്വം പാലിക്കണം. എന്താ പറയുന്നത്, ആ കഥ തന്നെയാണ്. സഭ ക്രിസ്തു തന്നിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. അതിനോട് കാലാകാലങ്ങളിൽ സഭ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അനുഷ്ഠിക്കുമ്പോൾ അതിൽ മിതത്വം പാലിക്കണം. എങ്കിലേ നമ്മുടെ മതജീവിതം അടിമത്തമാകാതിരിക്കുള്ളൂ. എങ്കിലേ നമ്മുടെ മതജീവിതം മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്നതാകാതിരിക്കുള്ളൂ. നോക്കണം അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രയോറിറ്റി വേണം. ക്രിസ്തു പറഞ്ഞതിന് 1-ാം സ്ഥാനം, സഭ പിന്നീട് പറഞ്ഞതിനൊക്കെ അതിൻ്റെ താഴെ സ്ഥാനം കൊടുക്കാവൂ. ഈ ഒരു തിരുത്തലാണ് എല്ലാ കാര്യത്തിലും സഭയിൽ ആകമാനം വരേണ്ടത്. അതാണ്. പക്ഷേ ഇതിന് നടപ്പിലാക്കേണ്ടത് ആരാണ്? ഈ ഹൈറാർക്കിക്കൽ അധികാര ശ്രേണിയാണ്. അവരാണ് തീരുമാനം എടുക്കുന്നത്, അവരാണ് തീരുമാനം നടപ്പിലാക്കുന്നത്, അവർ തന്നെയാണ് ഇതിൽ ശരിയും തെറ്റും ഏതാണെന്ന് വിധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പണ്ട് രാജാക്കന്മാർ ചെയ്തിരുന്ന 3 പ്രവൃത്തികൾ: നിയമം ഉണ്ടാക്കുക, ന്യായം വ്യാഖ്യാനിക്കുക, അതിൻ്റെ വിധി നടപ്പിലായി. ഇത് 3ഉം പണ്ട് ഒരാളിലായിരുന്നു, രാജാവിലായിരുന്നു. ഓക്കെ, നല്ല രാജാവാണെങ്കിൽ വളരെ നല്ലത്. എപ്പോഴും രാജാവ് നല്ലതായിരിക്കില്ലല്ലോ. ഭൂരിപക്ഷം കേസിലും സ്വാർത്ഥനായിരിക്കും. അധികാരം ഇത് ജനം, അതായത് മനുഷ്യകുലം മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഈ രാജഭരണം കൊണ്ട് പൊതുസമൂഹത്തിന് നന്മയുണ്ടാവില്ല. അങ്ങനെ കാലാകാലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന കമ്പാരറ്റീവ്ലി ബെറ്റർ ജനാധിപത്യമാണെന്ന അവസ്ഥയിലേക്ക് മാനവകുലം മാറി. പക്ഷേ സങ്കടകരമായ കാര്യം, മതസംവിധാനം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല. അവരിൽ ഈ 3 തീരുമാനങ്ങൾ, ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ പേരെന്നാ എക്സിക്യൂട്ടീവ്, ഇത് 3ഉം ഇപ്പോഴും ഈ ഒരേ പൗരോഹിത്യത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏത് ലെവലിലാണ്? ഇതാണ് ഇതിനകത്തെ അപകടമെന്ന് ഫ്രാൻസിസ് അധികാരം. അതിനെ പുള്ളി പറയുന്നതാണ് ക്ലെറിക്കലിസം. ഞാനതിന് മലയാളത്തിൽ പറയുന്നത് വൈദികരുടെ അധികാര പ്രമത്തത. അതിൽ നന്നായിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തത് പുരോഹിതന്റെ മാടമ്പിത്തരം. കാരണം നാട്ടുകുർബാനയാണ് ഇവൻ. നാട്ടുകുർബാനയാ നിയമം ഉണ്ടാക്കുന്നതും നിയമം നടപ്പിലാക്കുന്നതും അത് വിധിക്കുന്നതും ഇവൻ തന്നെയാണ്. അപ്പം ഇത് സഭയ്ക്കകത്ത് ഇതാണ്. ഇത് മാറിയാലേ ക്രിസ്തുവിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പാപ്പ കൊണ്ടുവന്ന മാറ്റമാണ്. തീരുമാനം എടുക്കുന്നതിൽ സാധാരണ വിശ്വാസം മുതൽ എല്ലാവരും പങ്കുചേരണം, അത് നടപ്പിലാക്കുന്നതിലും ഉണ്ടാകണം, അതിൻ്റെ വിധിയിലും ഉണ്ടാകും. ഈ ഒരു മാറ്റത്തിനാണ് സിനഡാലിറ്റി എന്ന പ്രയോഗത്തിലൂടെയും അതിൻ്റെ ഒരു സംവിധാന രീതിയിലൂടെയും പുള്ളി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പോസ്റ്റ് സിനഡൽ ഡോക്യുമെൻ്റ് ഉണ്ട്. അതിനകത്ത് കൃത്യം ഇത് പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും രസകരമായൊരു കാര്യം, അത് ഇതിനകത്ത് പറയാമെന്ന് എനിക്കറിയാമല്ല, അത് പറഞ്ഞോളൂ. അത് രസകരമായൊരു കാര്യം, ഇവിടെ എറണാകുളത്ത് ഒരു അൽമായ സിനഡ് വിളിച്ചു ചേർത്തു. ഈ സിനഡാലിറ്റിയെ കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ ഈ രേഖയുടെ മാതൃകയിലും അതിൻ്റെ ഉള്ളടക്കം നടപ്പിലാകുന്ന രീതിയിലും. ഞാൻ പറയുന്നത് സഭയിൽ ആകമാനം ആ സിനഡാലിറ്റിയെ പിന്തുടർന്ന് മാറ്റങ്ങൾ സംഭവിക്കണം. ഞാൻ പറയുന്നത് നമ്മൾ ഓർക്കേണ്ടത്, അങ്ങനെ ആയാലേ ഇത് ക്രിസ്തുവിൻ്റെ സഭയായിട്ട് മാറും. യേശുക്രിസ്തുവിൻ്റെ സഭ, യേശുക്രിസ്തു വിഭാവനം ചെയ്ത തുല്യതയിലും സമഭാവനയിലും സാഹോദര്യത്തിലും ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മകളാണ് സഭ. തുല്യതയിൽ, അപ്പോൾ എവിടെയാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും തുല്യതയിൽ ജീവിക്കുന്നത്? വേറൊരു കാര്യം,
ജീസസ് വിഭാവനം ചെയ്തതിനകത്ത് മനുഷ്യരെല്ലാവരും സമഭാവനയിൽ, അല്ലാതെ ക്രിസ്ത്യാനി. അതാ ഞാൻ അടുത്ത ചോദിക്കുക. അതായത് ഈ പോപ്പ് തന്നെ പറയുന്ന കാരുണ്യത്തിനൊപ്പൊക്കെ വെക്കുന്ന മറ്റ് മതങ്ങളോടുള്ള സംസാരം എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അത് സഭയില് മൂപ്പരത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിരുന്നോ? സംസാരം, മറ്റ് മതസ്ഥരോടുള്ള സംസാരം സ്ട്രക്ചർ എങ്ങനെയാ? ഈ അതായത് ഇതിനകത്ത് വലിയൊരു ഈ പ്രശ്നമുള്ളത്, ഇത് ഫ്രാൻസിസ് മാപ്പ ചെയ്തത് ഇതര മതസ്ഥരോട് വളരെ തുറവിയോടെ ഉള്ളൊരു സമീപനമായിരുന്നു. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് പെട്ടെന്ന് മനസ്സിലാകുന്നത് ബെനഡിക്റ്റ് പാപ്പ പ്രസംഗത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച ഒരു കൊട്ടേഷൻ മധ്യകാലഘട്ടത്തിൽ നിന്ന് എടുത്ത് പ്രയോഗിച്ചു ഒരു പ്രസംഗത്തിൽ. അത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ അന്നത്തെ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ ഒരു രാജാവോ ആരോ പറഞ്ഞ ഒരു സാധനം പുള്ളി കോട്ട് ചെയ്യായത്. പക്ഷെ അതുപോലും ഭയങ്കരമായ മതസ്പർദ്ധയിലേക്ക് പോയി. അപ്പോൾ അതൊരു പശ്ചാത്തലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റർ റിലീജിയസ് മതാന്തര സംവിധാനത്തിലെ ആ ഒരു പശ്ചാത്തലത്തിലാണ് പോപ്പ് ഫ്രാൻസിസ് വരുന്നത്. അപ്പം പോപ്പ് ഫ്രാൻസിസ് വരുന്നതിൻ്റെ അപ്പം ആ വരുമ്പോഴുള്ള പ്രത്യേകത, പുള്ളിയുടെ സ്വാഭാവികം നൈസർഗികമായ രീതിയിൽ തന്നെ എല്ലാ മതസ്ഥരോടും തുറവി. ഏറ്റവും ക്ലാസിക്കൽ പുള്ളി ഗ്രീസിൽ അഭയാർത്ഥികളെ കാണാൻ പോയി. അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ക്യാമ്പ് സന്ദർശനത്തിന് ഗ്രീസിലെ ഈ ഓർത്തഡോക്സ് പേട്രിയാർക്കും കൂടെ വന്നായിരുന്നു. ഒരു ക്യാമ്പിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളി ആദ്യം ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു മുസ്ലിം അമ്മച്ചി, അപ്പോൾ ആ കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങോട്ട് മാറിയപ്പോൾ ഒരു ഉപ്പ നിന്ന് പ്രാർത്ഥിച്ചു. എല്ലാം പരിചയം കഴിഞ്ഞിട്ട് പുള്ളി 12 പേരെ പുള്ളിയുടെ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോന്നു. ആ 12 പേരും മുസ്ലിങ്ങളായിരുന്നു. അത് യൂറോപ്പിൽ ഭയങ്കര പ്രതിഷേധമായിരുന്നു. കാരണം യൂറോപ്പിൽ പ്രതിഷേധിക്കുന്നതിൻ്റെ കാരണം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നോ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നോ ഉള്ള ഈ അഭയാർത്ഥി പ്രവാഹത്തിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായ ഒരു സംവിധാനം, അത് യൂറോപ്പിലുണ്ടാക്കുന്ന സാമൂഹികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം അത് ഞാനൊരു മതം തിരിച്ച് പറയേണ്ട, അത് അറിയണമെന്നുണ്ടെങ്കിൽ മലയാളികൾ ഇപ്പോൾ UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും നേരിടുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പൊ റീസെന്റ് അമേരിക്കയിൽ നേരിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതൊരു മതം എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തും, അത് കൾച്ചറാകാം, മതമാകാം, ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മളിവിടുന്ന് കൊണ്ടുചെല്ലുന്ന ഒരു സാധനം അവിടെ കൊണ്ട് ഇറക്കുമ്പം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് അവിടുത്തെ പൊതുസമൂഹത്തിന് ഈ ഒരു അഭയാർത്ഥി പ്രവാഹം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് പോപ്പ് ചെയ്തത് അതിവിടെ വലിയ ബഹളം. കേരളത്തിൽ പോലും ഇവിടുത്തെ ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടയിലെ തീവ്രവാദികളുണ്ട്. അത് പല ഗ്രൂപ്പുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞാൽ അവൻ നാളെ എനിക്കെതിരെ വാളും വെട്ടിയായിട്ടാണ്. അതൊക്കെ വട്ടോളിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവർ എല്ലാം വലിയ ബഹളം, മാർപ്പാപ്പ ചെയ്തത് തെറ്റാണത്. അപ്പം ഞാൻ എഴുതിയിട്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യം, മാർപ്പാപ്പ ആരുടെ പ്രതിനിധിയാണ്? ആരെയാണ് അദ്ദേഹം അനുകരിക്കാൻ ശ്രമിക്കുന്നത്? ജീസസിന്, ഈശോയാണ്. യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ യേശു എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം ചിന്തിച്ചാൽ മതി. യേശു വളരെ കൃത്യമായിട്ട് കഥയിലൂടെയാണ് അത് പറഞ്ഞത്. ഒരുത്തൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുകയായിരുന്നു. കൊള്ളക്കാരാൽ പിടിക്കപ്പെട്ട അവൻ മരണപ്രായനായി കിടക്കുകയായിരുന്നു. അതുവഴി ഒന്നാമതായിട്ട് വന്നവൻ ഒരു പുരോഹിതൻ, നല്ല ഒന്നാന്തര അച്ഛൻ വന്നു. തിരിഞ്ഞു പോലും നോക്കാതെ മറുവശത്തൂടെ പോയി. രണ്ടാമത് അച്ഛൻ്റെ പുറകെ കപ്പിയാർ വന്നു, അവനും പോയി. മൂന്നാമത് വന്നവൻ മറ്റ് മതസ്ഥനാണ്. കഥ ഇന്നത്തെ രീതിയിൽ കേരളത്തിലെ പശ്ചാത്തലത്തിലാക്കുകയാണെങ്കിൽ മൂന്നാമത് വന്നവൻ മുസ്ലിമാണ്. കാരണം ഈശോയെ പറയുന്ന യഹൂദനാണ് കഥ പറയുന്നത്. അപ്പോൾ അവിടെ കിടക്കുന്നവൻ്റെ ജാതി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആദ്യം വന്നുപോയ 2 പേരും ഇദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ടവരാ, പുരോഹിതനും ഇല്ലേ കപ്പിയാരും. മൂന്നാമത് വന്നവൻ അവൻ ഈ പ്രസ്ഥാനത്തിൽപ്പെട്ടതല്ല, ഈ കഥ പറയുന്ന ജീസസിൻ്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടവനല്ല, ഇതര മതസ്ഥനാണ്. അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഇപ്പോഴത്തെ മുസ്ലിം വിരോധം ഉണ്ടാകുന്ന രീതിയിൽ ഒരു മുസ്ലിമാണ് വന്നത്. അവൻ എന്നാ ചെയ്തു? അവൻ ഇത് കണ്ട ഉടനെ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി അവൻ്റെ വീഞ്ഞും വെണ്ണയെടുത്ത് ഇവൻ്റെ മുറിവുകളെല്ലാം വെച്ച് കെട്ടി വലിച്ച് കഴുതപ്പുറത്ത് കയറ്റി ഇവനെ കൊണ്ടുചെന്ന് അടുത്ത ഒരു സത്രത്തിൽ കൊണ്ടുചെന്നാക്കി. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇവനെ നോക്കണം, എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്, ഇപ്പം കയ്യിലുള്ള കാശ് ദേ പിടിച്ചോ, ഇനി കൂടുതൽ എന്തെങ്കിലും ചിലവാകുമെങ്കിൽ ഞാൻ ചിരിച്ചു വരുമെന്ന്. ഇതാണ് ജീസസിൻ്റെ ഇതര മതങ്ങളോടുള്ള മനോഭാവം. അതായത് ഇതര മതസ്ഥനെ ഏറ്റവും നല്ല കഥാപാത്രമായിട്ട് കൊണ്ടുചെന്ന് വെക്കുക, മാതൃകാ കഥാപാത്രം. ഏത്? സ്വന്തം മതത്തിലെ പുരോഹിതനും സ്വന്തം മതത്തിലെ കപ്പ്യാരും കാണിക്കാതെ പോകുമ്പോൾ
ഇതര മതത്തിലെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ ശരിക്കും പറഞ്ഞ പോപ്പ് കാണിക്കേണ്ടതും കാണിച്ചതും. കാരണം ഇതര മതസ്ഥനെ സ്നേഹിക്കുക, അപരനെ നമ്മളെ പോലെ തന്നെ. ഈ ജീസസ് പറയുന്ന ഗോൾഡൻ റൂള് ജീസസ് കണ്ടുപിടിച്ചോന്നല്ല, അതിനു മുമ്പ് മഹാന്മാർ പറഞ്ഞതാണ്. കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട്, മറ്റുള്ളവർ നിന്നോട് എന്ത് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ നീ മറ്റുള്ളവരോടും പെരുമാറണം. അതൊരു വളരെ സിമ്പിളായ ഗോൾഡൻ റൂളാണ്. അതിലൂടെ ഏത് സമഭാവന ഉണ്ടാകാൻ പറ്റും, സമവീക്ഷണം ഉണ്ടാകാൻ പറ്റും, സാഹോദര്യം ഉണ്ടാക്കാൻ പറ്റും, കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യം ഉണ്ടാകാൻ പറ്റുന്നത് എങ്ങനെ? എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഞാൻ മറ്റുള്ളവരോട് പെരുമാറുക. അപ്പോൾ അത് ജീസസിൻ്റെ മാതൃകയാണ് പോപ്പ് ഫ്രാൻസിസ് ഇതര മതസ്ഥരോട് എടുത്തത്. ആ സമീപനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മതത്തിനകത്ത് നിൽക്കുന്നവർ മാത്രമല്ല, മാനവകുലത്തിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ എടുക്കേണ്ടത് അതാണ്. സുവിശേഷം 4 നോക്കിയാലും അറിയാം, ദൈവ ഭരണം, ദൈവരാജ്യം, ദൈവം അമ്മയാകുന്നു, എല്ലാവരും മക്കളാകുന്നു, അത് വരണം. അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെ പ്രവർത്തനവും സംസാരവും തുടങ്ങിയത്. അതിനെക്കുറിച്ച് പുള്ളി പറയുന്ന ക്ലാസിക്കൽ ഉദാഹരണം മുക്കുവരോട് പറഞ്ഞപ്പോഴാണ്, എടാ ഈ ദൈവ ഭരണം അവർക്ക് മനസ്സിലാകില്ല ഈ പറയുന്ന പുള്ളി പറയുന്ന സാധനം. പുള്ളി ലളിതമായിട്ട് പറഞ്ഞു, പറഞ്ഞാൽ നിങ്ങൾ ഗലീലിയ കടലിൽ വല വീശുകയല്ലേ, വലയിടുകയല്ലേ, വലയിടുമ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ മീനും അതിനകത്ത് കയറും. വലിയ ഹാളാഞ്ചി മുതൽ ചെറിയ പൂഞ്ഞാമ്പരെ അതിനകത്തുണ്ടാവും. എല്ലാവർക്കും ഇതിനകത്ത് സ്പേസ് ഉണ്ട്. ഇതാണ് ദൈവം അമ്മയായാലുള്ള അവസ്ഥ. വലിയവനും ചെറിയവനുമില്ല, ഈ വലയ്ക്കകത്ത് എല്ലാവർക്കും തുല്യ അവകാശം. ഇതാണ് ജീസസ് സങ്കല്പിച്ച കാര്യം. അതിനകത്ത് മുസ്ലിമും ഇല്ല, ക്രിസ്ത്യാനിയും ഇല്ല, ഹിന്ദു ഇല്ല, നിരീശ്വരനും ഇല്ല. ഇത് എന്തെങ്കിലും നിരീശ്വരത്വവും ഈശ്വരവിശ്വാസവും ഇല്ലാത്ത ആഗ്നോസ്റ്റിക് എന്ന് പറയും, ഒന്നിലും ഇല്ല. എല്ലാവരും ഒരുപോലെ. അതാണ് പോപ്പ് ആദ്യത്തെ ആയതിനു ശേഷം നൽകിയ പെസഹ കാലുകഴുകിയ ശുശ്രൂഷയിൽ പങ്കെടുത്തത് മുസ്ലിങ്ങളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ പെസഹ കാൽകഴുകൽ ശുശ്രൂഷയിൽ മുഴുവൻ സ്ത്രീകളായിരുന്നു. സ്ത്രീകളോടുള്ള ഒരു മനോഭാവം, ഇപ്പോൾ സഭ സ്ത്രീയാണ് എന്നുള്ളൊരു സങ്കല്പം അതിലുള്ളതാണ്, പോപ്പിന്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, അത് സഭയ്ക്കകത്തുള്ളതാണ്. പൊതുവെ സ്ത്രീകളെ ഈ പറയുന്ന ക്ലേർജി ലെവലിലേക്ക് കൊണ്ടുവരിക. നേരത്തെ നമ്മൾ ഇടയ്ക്ക് വിട്ടുപോയൊരു ഡീക്കൻ പദവി കൊടുക്കാനുള്ള ഒരു തീരുമാനം പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവരാം. പിന്നെ വിവാഹിതരാവാനുള്ള ഒരു സ്വാതന്ത്ര്യം, സെലിബസി നിർബന്ധമാക്കണ്ട എന്നുള്ളൊരു തോന്നൽ, അതായത് സന്യാസം എന്ന് പറയുന്നത് ആവരുത് എന്നുള്ള അല്ലേ, അത്തരം കാര്യങ്ങൾ. അതായത് മനുഷ്യന് പ്രണയം ഉണ്ടാവുന്നു, സ്ത്രീയും പുരുഷനും അല്ലാതെ എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന LGBTQ ആൾക്കാരോടുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു സമഭാവന, ഇതെല്ലാം അതായത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സഭയായിട്ട് മനുഷ്യന്റെ എല്ലാത്തരം വിഭാഗീയതകളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അതിൽ സ്ത്രീകളുണ്ട്, LGBTQ ഉണ്ട്, ഇതര മതസ്ഥരുണ്ട്, എല്ലാം അതിന്റെയൊക്കെ പ്രതീകങ്ങളായിരുന്നല്ലോ ഈ പറയുന്ന കാൽകഴുകൽ തൊട്ടിട്ട് എല്ലാം. ആ ഒരു നമ്മളിപ്പോ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാ പറഞ്ഞത്, അതിനെ എല്ലാം പോപ്പ് പ്രതീകവൽക്കരിച്ചിട്ട് പോലും ഉണ്ടെന്ന് അല്ലെ, അങ്ങനെ തന്നെയല്ലേ? അതെ. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഈ സ്ത്രീകളുടെ മനികല പറഞ്ഞ സ്ത്രീകളുടെ കാര്യത്തിൽ തുടങ്ങാം. ഇതിൻ്റെ ഒരു രസകരമായ ഒരു കാര്യം, ഈ ക്രൈസ്തവ സഭകളിൽ അല്ലെ കത്തോലിക്ക സഭയിൽ എങ്ങനെയാണ് ഇത്രയധികം പുരുഷ മേധാവിത്വം കടന്നുകൂടിയത്, പുരുഷ മേധാവിത്വം. അതാദ്യം ചിന്തിക്കേണ്ടത്, എങ്ങനെ വന്നു ഇത്? അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ഥാപകൻ ജീസസ് ഉണ്ടല്ലോ, അങ്ങേരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഈ മനോഭാവം സ്ത്രീകളോട്? ഏറ്റവും ആദ്യം എഴുതപ്പെട്ട 60കളിൽ എഴുതപ്പെട്ട സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം, ഏറ്റവും പഴയത് അതാ. അതിനെ ബേസ് ചെയ്താ മത്തായിയും ലൂക്കായും എഴുതുന്നത്. അത് കഴിഞ്ഞ് പിന്നെയാണ് യോഹന്നാൻ എഴുതുന്നത് 90കളിൽ. അപ്പം തന്നെ ഒരു തലമുറ കടന്നുപോയി. അപ്പം ഏറ്റവും പഴയതിലേക്ക് നോക്കിയാൽ അദ്ദേഹം എഴുതുന്ന എഴുത്തുകാരൻ ശരിക്കും പറഞ്ഞാൽ ജീസസ് 30കളിൽ മരിച്ചു. പിന്നെ ഒരു 30 വർഷം കഴിയുമ്പോഴാണ് ആദ്യത്തെ ഈ രേഖ ക്രോഡീകരിച്ച് വരുന്നത്. അതിനു മുമ്പ് വാമൊഴിയായിട്ട് കൈമാറി വന്നു. അപ്പം അതിൽ പോലും കൃത്യമായിട്ടൊരു പരാമർശമുണ്ട്. അതായത് ഗലീലി മുതൽ യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളുണ്ടായി. അത് ആ പദപ്രയോഗം ഗ്രീക്കിലായി എഴുതിയിരിക്കുന്ന ഗ്രീക്കിലെ ആ പദപ്രയോഗം അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഡിസൈപ്പിളിനു വേണ്ടി, ശിഷ്യനു വേണ്ടി സുവിശേഷത്തിൻ്റെ ആദ്യം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദമാണ്. അപ്പം ആദ്യം 2 മുക്കുവരെ വിളിക്കുമ്പോഴും എന്നെ അനുഗമിക്കുക ഈ പദം ഉപയോഗിക്കുന്നത്. 2 അടുത്തവരെ വിളിക്കുമ്പോഴും ഇത് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവസാനം ആകാറാൻ പറയുക, ഇതുവരെ അത് മറച്ചു വച്ചിരിക്കുകയായിരുന്നു, എല്ലാ ആണുങ്ങളും
ഉപേക്ഷിച്ചു പോകുന്ന ഒരു സന്ദർഭം ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ചിത്രീകരിക്കുന്നുണ്ട്. ഇവനെ ജീസസിനെ ജെറൂസലമിൽ ഒലിവുമലയിൽ ഉള്ള ഈ ഒലിവ് തോട്ടത്തിൽ വെച്ച് ഇവർ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്യുമ്പം എല്ലാവരും ഉപേക്ഷിച്ച് പോയി. കൃത്യം പറഞ്ഞുണ്ട് 14-ാം അധ്യായത്തിൽ. രസകരമായ ഒരു ചിത്രീകരണമാണ്, സിനിമയ്ക്കുള്ള സ്കോപ്പാണ്. അപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച് പോയി. അപ്പം അതിനകത്ത് 12 പേരാണ് ഉള്ളത്. എപ്പോഴും ഇയാളുടെ കൂടെ ഉള്ളവനെയും വിളിച്ചുകൊണ്ടാണ് ഈ രാത്രിയിൽ ഇയാൾ തൻ്റെ ഹൃദയവേദന പ്രാർത്ഥിക്കാൻ പോകുന്ന ഒറ്റയ്ക്ക്. അപ്പോൾ അതിൽ 3 എണ്ണത്തിന് ഏറ്റവും ക്ലോസ് സർക്കിളിൽ 3 എണ്ണം ഉണ്ട്. അവനെ കൂടെ വിളിച്ച് അകലെ മാറി നിന്ന് എന്നിട്ട് അവരോടും അവിടെ നിൽക്കാൻ പറഞ്ഞ് പിന്നെയും പോയി പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴാണ് ഇവന്മാർ ഉറക്കുക. ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ പ്രയോറിറ്റിയാണ്. ഒരുത്തന് മരിക്കാൻ പോകുന്നു, മറ്റവന് കുഴപ്പമില്ല, ഉറക്കുക. അപ്പോൾ അങ്ങനെ 3 ഓരോ പ്രാവശ്യം വന്ന് ഈ പുള്ളി വിളിച്ചോണ്ടടുത്തും എൻ്റെ ഹൃദയം മരണവേദന അനുഭവിക്കുന്നു, കൂടെ ഒന്ന് പ്രാർത്ഥിക്കും. പക്ഷെ 3 പ്രാവശ്യം എന്ന് പറഞ്ഞു കുഴപ്പമില്ല, ഇനി എഴുന്നേറ്റോ, സമയമായിരുന്നു. അപ്പോഴാണ് ഇവന്മാർ വരുന്നത്. വന്നു കഴിഞ്ഞ് ഇവന്മാർ പിടിക്കുക, അറസ്റ്റ് ചെയ്യുക. പട്ടാളമായിരുന്നേ. അറസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇയാൾ എഴുതുന്നത്, സുവിശേഷം എഴുതുന്ന ഈ ഗ്രന്ഥകർത്താവ് എഴുതുന്നത്, അവരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. കേൾക്കുന്ന നമ്മൾ വിചാരിക്കും കഷ്ടമായിപ്പോയല്ലോ. കാരണം ഇത്രയും കാര്യമായിട്ട് കൂടെ കൊണ്ട് നടന്ന് 3 വർഷം ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് ഞാനിവിടെ പോവും, അവർ പിടിക്കും, കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സമയമായപ്പം ഉമ്മാരെല്ലാം ഓടിപ്പോയി. അപ്പോഴടുത്ത വാചകം പറയുന്നത്, എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. ഏത്? എല്ലാവരും പോയെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പോയില്ല. അടുത്ത വാചകം. അപ്പം നമ്മൾ വിചാരിച്ച് രക്ഷപ്പെട്ടു, ഒരുത്തനേലും ഇവൻ്റെ കൂടെ നിൽക്കില്ല. അപ്പോഴടുത്ത വാചകം പറയുന്നത്, അവർ അവനെ പിടിച്ചു. ഇവനെ മറ്റവരെല്ലാം പിടിക്കാതെ പിടി കൊടുക്കാതെ പോയി, ഇവനെ പിടിച്ചു. അടുത്ത വാചകം, അവൻ അതിനു മുമ്പ് പറയുന്നുണ്ട്, അവൻ പുതപ്പ്, അതിനു മുമ്പ് പറയുന്നുണ്ട് അവനൊരു പുതപ്പ് മാത്രമേ ചുറ്റിയിരുന്നുള്ളൂ. രാത്രികാലം അതിൻ്റെ തണുപ്പുണ്ട് ആ സമയത്ത്, ഈ പറയുന്ന മാസങ്ങളിൽ ജെറൂസലമിൽ. അവനൊരു പുതപ്പ് മാത്രമേ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. അവസാനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവനാ തുണിയില്ലാതെ ഓടുന്നത്. ഡിസൈപ്പിളാ, ശിക്ഷ. ഇങ്ങനെ ഇവനെ പിടിച്ചോണ്ട് പോവുക, പിന്നെ പീഡിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കുരിശുമരണത്തിൻ്റെ സമയമാകുമ്പോഴാണ് ഇയാൾ അടുത്ത വാചകം എഴുതുന്നത്. അവിടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞിട്ട്, ഇവരെ ഗലീലി മുതൽ ഇവനെ അനുഗമിച്ച്, അങ്ങ് ഗലീലി എന്ന വടക്കാണ്, അവിടെ മുതൽ ഇവനെ അനുഗമിച്ച്, അവിടുന്ന് ആ പരിപാടി തുടങ്ങുന്ന അനുഗമിച്ച സ്ത്രീകളെ ഡിസൈപ്പിൾസായി, പെണ്ണുങ്ങൾ ശിഷ്യകളായിട്ടുണ്ട്. ഇതൊരു വലിയ കൺതുറവിയാണ്. ജീസസിന് ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾ പോരാ, പെണ്ണുങ്ങളാണ് വലിയ ക്രൂഷ്യൽ സമയത്തൊക്കെ അത് കൂടെ കൊല്ലുമ്പം കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളാണ്. കൊല്ലുന്നത് കഴിഞ്ഞ് കുഴിച്ച് ഇടാനായിട്ട് കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളാണ്. ഞാൻ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ കബറിടത്തിലേക്ക് പിന്നെയും പോകുന്നത് പെണ്ണുങ്ങളാണ്. അപ്പോൾ പുറത്ത് കാത്തു നിന്നതും പോരാ. അതെ. അപ്പോൾ ചോദ്യം ചോദിക്കേണ്ടത്, ഇത്ര ശിഷ്യരായിട്ട് ഇവരുണ്ടായിട്ട് എവിടെ വെച്ചാണ് ഇവർ ഔട്ടായത്? ജീസസിൻ്റെ ഏറ്റവും അടുത്ത് പിൻചെന്നിരുന്ന ഇവർ എങ്ങനെയായിട്ടാണ്, എപ്പോഴാണ് ഇത് ഔട്ടായത്? ഇതെന്നോട് 2000-ലായിരിക്കണം എന്നോട് പറഞ്ഞ് സാമുവൽ ട്രായൻ എന്ന് പറഞ്ഞ ഒരു തിയോളജൻ ഇവിടെ ഉണ്ടായിരുന്നു, ജെസ്യൂട്ടായിരുന്നു. പുള്ളിയും ബൈബിളാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ കായലുമൊക്കെ ഒരു ടീച്ചറായിട്ട് നിൽക്കാൻ പറ്റുന്ന പ്രായത്തിലും അറിവിലുള്ള മനുഷ്യൻ. അദ്ദേഹത്തോട് ഞാനൊരു ഈ സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ അതേടോ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം അന്നത്തെ ഇൻ്റർവ്യൂ കാരണി കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, 30കളിൽ ജീസസ് മരിക്കുന്നു. ആ മരിക്കുന്ന ജീസസ് ഒരു തലമുറ 30 വർഷം കഴിയുമ്പോൾ വാമൊഴികളായിട്ട് പകർന്നു വന്നത് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ ബയോസ് എന്നാണ് പറയുന്നത്, ജീവചരിത്രത്തിന് അത് എഴുതുന്നു. അതാണ് സുവിശേഷമായിട്ട് വന്നത്. അപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ ഒരു സമൂഹമുണ്ട്. ആ സമൂഹമാണ് വാമൊഴിയായിട്ട് കൈമാറി വരുന്നത്. ആ സമൂഹത്തിൻ്റെ പ്രത്യേകത ഉറപ്പായിട്ട് നമ്മുടെ ഇന്നത്തെ സമൂഹം പുരുഷ മേധാവിത്വം ഉള്ളതായിരുന്നെങ്കിൽ അന്ന് 110 മടങ്ങ് മേധാവിത്വം ഉള്ളതായിരുന്നു. അതൊരു യൂത പാരമ്പര്യത്തിലാണെങ്കിൽ അവരുടെ സങ്കല്പത്തിൽ 12 ഗോത്രങ്ങളാണ് അവർക്ക് യൂതർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂത സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പുതിയ ഇസ്രായേൽ എന്ന സങ്കല്പത്തിൽ വരുന്ന ഈശോയുടെ അനുയായികളുടെ സമൂഹത്തിനും 12 വേണം. അപ്പോൾ അങ്ങനെയാണ് അതെങ്ങനെ 12 ഉണ്ടാക്കാൻ പറ്റും? 12 ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കും. അതിനകത്ത് 12 ഡിസൈപ്പിൾസ് പെണ്ണാകാൻ പറ്റുമോ? പറ്റിയല്ല.
പറ്റിയാല. അപ്പോൾ അത് ഈ 12 ശിഷ്യന്മാർ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ്, അവിടെ വെച്ചാണ്. ആ ഒരു പ്രക്രിയയാണ്. 30-നും 60-നും ഇടയ്ക്ക് നടക്കുന്ന ഫിൽറ്ററിംഗ് ഉണ്ട്. അതിലൂടെയാണ് അന്നത്തെ അതിൻ്റെ സമൂഹം പരുവപ്പെടുത്തിയെടുക്കുന്നത്. അതായത് അന്നത്തെ സൊസൈറ്റിക്ക് രീതിയിലേക്ക് ജീസസിൻ്റെ ചരിത്രത്തെ അല്ലെ ജീവിതത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നതാണ് പുള്ളി പറഞ്ഞു. എനിക്കും അത് തിയോളജിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. അങ്ങനെ ജീസസിൻ്റെ കാലത്ത് ഏറ്റവും അടുത്ത് നിന്നവരും ഏറ്റവും അടുത്ത് നിന്ന ശിഷ്യകളായിരുന്നിട്ട് പോലും ഇവർ ശരിക്കും പറഞ്ഞാൽ സഭാചരിത്രത്തിൽ പുറന്തള്ളപ്പെട്ടു പോവുക. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ചിന്തകളാണ് ബ്രൗണൊക്കെ എഴുതിയ അല്ലേ, ഡവിഞ്ചി കാർഡ് ഒക്കെ എന്നൊക്കെ പറയും. അതൊക്കെ ഒരു ഭാവനയും യാഥാർത്ഥ്യം രണ്ടും കൂടെ മിക്സ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് എഴുതിയ സാധനമാണ്. അതിനെക്കുറിച്ച് ഞാൻ മിഥ്യയും ഡവിഞ്ചി കോഡ് സത്യവും മിഥ്യയെന്നും പറഞ്ഞൊരു പുസ്തകം പോലും ക്രിട്ടിക്കലായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് രണ്ടും ഉണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ ജീസസിൻ്റെ ഏറ്റവും അടുത്ത്, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും അടുത്ത് ജീസസിനെ അനുഗമിച്ച. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ സ്പിരിച്വാലിറ്റി, ഈ പറയുന്ന സമഭാവന, സാഹോദര്യം, കാരുണ്യം, സ്നേഹം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഹൃദ്യമായിട്ട് വരുന്നത് സ്ത്രീകൾക്കാണ്. അത് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, അത് സത്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആത്മീയതയിലേക്ക് വന്നാൽ അവസാനം അവൻ പെണ്ണായി മാറണം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ ഈ ജീസസിനെ ഫോളോ ചെയ്തതിൽ ഏറ്റവും റാഡിക്കലായിട്ട് ഫോളോ ചെയ്തതിൽ സ്ത്രീകളുണ്ടായിരുന്നു. എന്നാൽ വ്യവസ്ഥാപിത മതമായിട്ട് അത് മാറുമ്പോൾ ആ സൊസൈറ്റിയിൽ പ്രാമാണ്യം നേടി നിന്നിരുന്ന പുരുഷ മേധാവിത്വം ഇതിലേക്കും കൂടി വന്നാണ് ഇതായിട്ടായത്. എന്നിട്ട് പോപ്പ് ഫ്രാൻസിസ്, അപ്പൊ അതാണ് ഇത് പോപ്പ് ഫ്രാൻസിസ് ഈ കാര്യം, ഇത് നമ്മൾ ഈ പറയുന്ന കാര്യമൊക്കെ അദ്ദേഹത്തിനും വ്യക്തമായിട്ട്, കാരണം നമ്മളെക്കാളും ഒക്കെ ബുദ്ധി കാണുമല്ലോ. അതുകൊണ്ടാണല്ലോ അതെ 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 മറ്റേ ശിഷ്യൻ പറഞ്ഞങ്ങളൊക്കെ കർമ്മകുശലനായ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു 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 എന്നാണ് ക്രൈസിസ്, അച്ചടക്കമുള്ള നിയമവിധ്വംസം അതാണ് അപ്പം പറഞ്ഞത്. അച്ചടക്കമുള്ള നിയമം ലംഘിക്കും, അച്ചടക്കത്തോടെ ലംഘിക്കും. പക്ഷെ അത് നല്ല പ്രയോഗം, അയാൾ പ്രയോഗിച്ചു, അത് ഓർത്തിരുന്നല്ലോ മനില, വലിയ കാര്യം അത്. അപ്പോൾ അത് ഇയാളുടെ പ്രശ്നം, ഇയാൾ ഈ സ്ട്രക്ചറിൻ്റെ തലപ്പത്താണ്. സ്ട്രക്ചറിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ ഇത് പൊളിക്കുക എന്ന് പറഞ്ഞാൽ അപകടമാണ്. ഞാൻ വീടിൻ്റെ മേൽക്കൂര ഇരിക്കുക, എന്നാൽ ഇത് താഴെ ഒരു ഡൈനമൈറ്റ് വെക്കാമെന്ന് പറഞ്ഞാലോ നമ്മൾ ഉൾപ്പെടെ അതൊരു വലിയ ക്രൈസിസാണ്. ഇത് ശരിയല്ല, നവീകരിക്കണം. പക്ഷേ ഈ നവീകരിക്കേണ്ട സാധനത്തിൻ്റെ ഏറ്റവും വലിയ പൊസിഷൻ ഇരിക്കുന്ന പുള്ളിയാണ്. അപ്പം പുള്ളി അതിന് നോക്കിയപ്പോൾ അതിലെ ഒരു പ്രധാന ഘടകമാണ് സ്ത്രീകളുടെ പങ്കാളിത്തം. ഓക്കെ, സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുമ്പം പുള്ളി അത് പഠിക്കാൻ തന്നെ 2013 തന്നെ അതിന് കമ്മീഷനെ വെച്ചു സ്ത്രീകൾക്ക്. കാരണം പവർ കത്തോലിക്കാ സഭയിലും മതങ്ങളിലെല്ലാം ഈ പവർ എന്ന് പറയുന്നത് പൗരോഹിത്യവുമായിട്ട് കൂടിക്കലർന്ന കിടക്കും. അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റിയല്ല, അത് വലിയ പാടാണ്. അത് പൗരോഹിത്യം സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ അത്ര എളുപ്പമല്ല. അപ്പം ഇവർക്ക് എങ്ങനെ പവർ കൊടുക്കാം പെണ്ണുങ്ങൾക്ക്? അതിനുള്ളൊരു സാധ്യത പുള്ളി അല്ല, സഭയിൽ എല്ലാവരും തന്നെ, ഞങ്ങൾ തിയോളജിൻസും ചർച്ച ചെയ്യുന്നത് ഏറ്റവും ലളിതമായ കാര്യം, ഈ പൗരോഹിത്യ ശ്രേണിയിലെ ഏറ്റവും താഴത്തെ ഘട്ടമാണ് ഡീക്കൺ, അത് കഴിഞ്ഞാൽ പ്രീസ്റ്റ്, അത് കഴിഞ്ഞാണ് ബിഷപ്പ്, എപ്പിസ്കോപ്പസ്. അപ്പം ഈ താഴത്തെ നമുക്ക് കൊടുക്കാം, ഒരു വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ല, അതാണ് ആദ്യത്തെ ചിന്ത. പ്രശ്നങ്ങളെക്കാൾ ഉപരി ഇതിനൊരു പാരമ്പര്യം, അതായത് ജീസസ് കഴിഞ്ഞിട്ട് 30 കഴിഞ്ഞപ്പം സുവിശേഷങ്ങൾ ഓരോന്ന് വന്നു. അതിനുശേഷം ഈ സഭയുടെ പാരമ്പര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ പാരമ്പര്യത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിലുണ്ട് പെണ്ണുങ്ങൾ ഡീക്കന്മാരായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ആ കാലഘട്ടത്തിലുണ്ട്. ഇത്രയെല്ലാം പുരുഷ മേധാവിത്വം നടക്കുമ്പോഴും ഡീക്കന്മാർ വനിതകളുണ്ട്. അപ്പം അത് ഈ ഞങ്ങൾ തിയോളജിനെ ചകഞ്ഞ് കണ്ടുപിടിക്കും ഇതെവിടെയൊക്കെയാണ് കണ്ടുപിടിച്ച് പറഞ്ഞു. അപ്പം ഇതൊരു ജീസസിൻ്റെ സങ്കല്പവും സഭയുടെ പാരമ്പര്യവും ഇതാണ്. സോ അവരെ പിന്നെ എവിടെയോ വെച്ചിട്ട് ഇല്ലാതായി. അപ്പോൾ ഇവരെ ആക്കാം. അപ്പോൾ ഇതിന് എപ്പോഴും മിനിമം 2 ഗ്രൂപ്പിലും കാണുമല്ലോ. ലിബറലായിട്ട് ചിന്തിക്കുന്നവരും കാണും, വളരെ കൺസർവേറ്റീവായിട്ട്. അപ്പോൾ കൺസർവേറ്റീവുകാർ വാദിക്കാൻ തുടങ്ങി അത് ഡീക്കൺ എന്ന പദം അവിടെ വെക്കുന്നുണ്ടെങ്കിലും അത് മിക്കവാറും അന്നത്തെ കാലത്ത് ഈ ഇതിലേക്ക് ചേരുന്നവരെ മാമോദിസ മുക്കുന്നത് വെള്ളത്തിൽ മുക്കി കുളിപ്പിച്ചാണല്ലോ. ഇപ്പോൾ ഈ യഹോവ സാക്ഷികൾ ആരണ്ടൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, കുളിപ്പിച്ചാണല്ലോ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുളിപ്പിക്കുമ്പോൾ തുണിയെല്ലാം ഉരിയണമല്ലോ. പെണ്ണുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പെണ്ണുങ്ങളെ ഡീക്കന്മാരാക്കിയത്. ആണുങ്ങളെ കുളിപ്പിക്കുന്നത് അത്ര സദാചാര പൊരുത്തമല്ല. ഇത് ഇവരുടെ വാദമാണ്. പക്ഷെ അങ്ങനെ നോടാനും പറഞ്ഞിട്ടില്ല. അത് വാദം ഉണ്ടാക്കാണല്ലോ. അവിടെ പറഞ്ഞിട്ട് വനിതകൾ ഡീക്കന്മാരായിട്ടുണ്ട് എന്നുള്ള റെഫറൻസ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് 3 വർഷം കൊണ്ട് 16 പുള്ളി കമ്മീഷനെ വെച്ചു, 19 റിപ്പോർട്ട് വന്നു. ഏത് തിയോളജി അത് പുറത്തു വിട്ടിട്ടില്ല പുള്ളി. പക്ഷേ കൃത്യം എല്ലാവർക്കും അതിനകത്ത് പങ്കെടുത്തവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അവർ മഹാഭൂരിപക്ഷത്തോടെ പറഞ്ഞ പോസിറ്റീവാണ് ഇവർക്കത് കൊടുക്കാൻ കാരണം. സഭാ പാരമ്പര്യത്തിലും ജീസസിന്റെ പഠനങ്ങൾ ഇതിനെതിരായിട്ടൊന്നുമില്ല. പുള്ളി എന്നിട്ട് ഇത് പുറത്തു വിട്ടില്ല. അതാണ് ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് 2020 ആമസോൺ സിനഡ് നടക്കുന്നത്. ആമസോൺ സിനഡ് നടന്നപ്പോഴും ഈ പ്രമേയം ഉണ്ടായിരുന്നു. ഏത് വനിതകൾക്ക് ഡീക്കൻ പട്ടം കൊടുക്കണം. പുള്ളി അതിൽ നിന്ന് അജണ്ട ഇന്ന് അത് വെട്ടി. നോക്കണം, ഇത്രയും വിപ്ലവം പറയുന്ന പോപ്പ് ഫ്രാൻസിസ് ആണ് ഇത് ഓരോന്നും ചെയ്യുന്നത്. വെട്ടിയിട്ട് എന്നാ ചെയ്തു? വീണ്ടും ഈ വെട്ടിയെങ്കിൽ പോലും ചർച്ചയ്ക്കിടയിൽ ആമസോൺ എന്ന് പറഞ്ഞാൽ തെക്കേ അമേരിക്ക, ലാറ്റിൻ അമേരിക്കയിലെ മെത്രാന്മാരുടെ സമ്മേളനം, അതിനകത്ത് ഇത് വീണ്ടും റേസ് ചെയ്ത് വന്നു. പുള്ളി ഒരു കമ്മീഷനെ കൂടെ വെച്ചു. ഇത് വീണ്ടും ഒന്നുകൂടെ പഠിക്കാനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന വറ്റിക്കാൻ കൂരിയ അല്ലെ സംവിധാന സഭ ഇതിനെതിരാണ്. ഇദ്ദേഹം ആഗ്രഹിച്ചിട്ട് പോലും നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ ഒന്നാമത്തെ ഒരു ഉദാഹരണം ഇതാണ്. ഇത് മുന്നോട്ട് പോകാതെ നിന്നതാണ്. രണ്ടാമത്തെ ഒരെണ്ണം വന്നത് ആമസോൺ സിനഡിൽ അവർ മഹാഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയതാണ്. പക്ഷേ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഇല്ല. പക്ഷേ പങ്കെടുത്തവർ പറയും ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത മഹാഭൂരിപക്ഷത്തോടെ പങ്കെടുത്താണ്. അത് എനിക്ക് അവിടുത്തെ പ്രശ്നം ഇവർ പറയുമ്പോഴൊന്നും നമുക്കിവിടെ മനസ്സിലാകുകയില്ല. ഞാനത് ഈ പെറുവിൽ പോയ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അച്ഛൻ പെറുവിൽ ഇപ്പം 8-10 വർഷമായിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട്. കുര്യൻ എന്നാ പേര്. കുര്യൻ പെരുമ്പള്ളിക്ക് വന്നവൻ. അവനൊരു എന്നാ പറഞ്ഞ ഏത് പരിപാടിക്കും എടുത്ത് ചാടി പോകുന്നവനാ. അവൻ്റെ ഒരു ധൈര്യത്തിൻ്റെ 10 അംശം എനിക്കില്ല. ഉണ്ടായിരുന്നു ഞാൻ ഇതിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തായിരുന്നു. അവനോട് പെറുവിൽ പോകാൻ പറഞ്ഞു. പെറുവിൽ പോവുക, സ്പാനിഷ് ഭാഷ പഠിച്ച്, എന്നിട്ട് സ്പാനിഷ് ഭാഷ സുന്ദരമായിട്ട് പഠിച്ച് സംസാരിച്ച് അവൻ അവിടുത്തെ വലിയ വികാരിയാണ്. അപ്പം അവനോട് ഞാൻ സംസാരിച്ചേടാ എന്താടാ ഈ ആമസോൺ ഏരിയ, ഇവിടെയുള്ള എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ആമസോൺ ഏരിയ അത് അതിനുവേണ്ടി ഉണ്ടാക്കിയ സിനഡായിരുന്നു 20. അപ്പോൾ അവൻ പറഞ്ഞ് എടോ അത് നമുക്ക് മനസ്സിലാകുകയില്ല. അതായത് ഈ ആമസോൺ വനാന്തരങ്ങളിൽ മുഴുവൻ മനുഷ്യരാണെന്ന് മാത്രമല്ല ഇവരുടെ ചിന്ത ഇവരെല്ലാം കത്തോലിക്കരാണ്. ഗോത്രവർഗമല്ലേ? ഗോത്രവർഗങ്ങൾ ഇവരെല്ലാം ഇവൻ്റെ ഇടവേദന പറഞ്ഞ് കത്തോലിക്കനാണോ? കത്തോലിക്കനാണ്. മാമോസ മുങ്ങിയോ? അതില്ല എന്ന് പറഞ്ഞാൽ ഈ ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും കൂതാശകളും ഒന്നും ചെയ്യാതെ തന്നെ ഒത്തിരി മനുഷ്യൻ ഇവന്റെ വിശ്വാസം അവിടെ ജനിച്ചതൊക്കെ കത്തോലിക്കനാണ്. പിന്നെ 2 അവർ ചെയ്യുന്നതൊക്കെ കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭാഗവുമാണ്. അപ്പൊ അവരുടെ കൾച്ചറിലുള്ളതല്ല ഇതാണ്. അപ്പൊ ഇവൻ പറയുന്നത് ഈ ആമസോൺ വനമേഖലകളിലെല്ലാം ഉള്ള മനുഷ്യർക്ക് അവർക്ക് എന്തുകൊണ്ടാ ഉദാശ ഈ പറയുന്ന മാമൂസ സ്വീകരിക്കാത്തത്, കുർബാന സ്വീകരിക്കാത്തത്? അച്ഛന്മാരില്ല. അത് ഈ അച്ഛന്മാരുണ്ടാകണമെങ്കിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? ബ്രഹ്മചര്യം, സെലിബസി. അപ്പം അതില്ല, അത് സ്വീകരിക്കാനുള്ള ആളുകൾ അവിടെ ഇല്ല. അപ്പോൾ ഒരു അച്ഛന് അവിടെ ഉണ്ടെങ്കിൽ ആ അച്ഛൻ ചിലപ്പോൾ വർഷത്തിലൊരിക്കലൊക്കെ ഒരു ഇടവക എന്ന് പറയുന്നിടത്ത് എത്തുള്ളൂ. കാരണം കറങ്ങി ചെല്ലുമ്പോൾ അത്രയും കുർബാന എന്ന് പറയുന്നതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ മർമ്മം. വച്ചിരിക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ഞായറാഴ്ചകളിലെങ്കിലും കുർബാന കണ്ടിരിക്കണം, ഇല്ല വലിയ പാവാ. അങ്ങനെ നമ്മൾ തന്നെ വെച്ചിരിക്കുക. എന്നിട്ട് അവന് ഇത് ചെല്ലാനായിട്ട് ആർക്കും അനുവാദമില്ല. സെലിബ്രേറ്റ് ആയിട്ടുള്ള പുരോഹിതനേ ഉള്ളൂ. അത് അവനെ സപ്ലൈ ചെയ്യാൻ കയ്യിലുണ്ടോ? അതുമില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നത്തെ മെത്രാന്മാർ ആമസോണിലെ മെത്രാൻ ഒരുമിച്ചു. ഇത് വലിയ ഞങ്ങളുടെ പ്രശ്നമാണ്. കാരണം വിശ്വാസികൾ ഇങ്ങനെ കിടക്കുക. അവന് വർഷത്തിലൊരു കുർബാന പോലും കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്ത ഒരു പ്രപ്പോസൽ അവർ പാസ്സാക്കി എടുത്തതാണ് വീരി പ്രഭാതി എന്ന് പറയും. അതായത് പൊതുജന സമ്മതരായ വിവാഹിതരായ പുരുഷന്മാർക്ക് പൗരോഹിത്യ പട്ടം കൊടുക്കുക. കുർബാന കൊടുക്കാനുള്ള കുർബാന എല്ലാം ഒരച്ഛനാക്കുക അവരെ. അതായത് കല്യാണം കഴിച്ചവനാണ്. കല്യാണം കഴിക്കുന്നതാണല്ലോ ഇപ്പം വെച്ചിരിക്കുന്നതിൽ ഒരു തടസ്സം. കല്യാണം കഴിച്ചാൽ അച്ഛൻ ആകുകയല്ലെന്നുള്ളത്. കല്യാണം കഴിച്ചിരിക്കുന്ന ആളെ പൊതുസമ്മതന, എല്ലാവർക്കും സ്വീകാര്യനാണ്, കുഴപ്പമൊന്നുമില്ല, മാന്യനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഓരോ സ്ഥലത്തും പുരോഹിതനാക്കുക. ഇതാണ് അവർ പാസ്സാക്കിയത്.
പാസ്സാക്കി, സിനഡ് പാസ്സാക്കിയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോപ്പ് സമ്മതിച്ചില്ല. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കൺസർവേറ്റീവ് ലോബിയുടെയും സമ്മർദ്ദം കാരണം തന്നെയായിരിക്കണം. അങ്ങനെയാണ് എല്ലാ മീഡിയക്കാരും തിയോളജിയൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണ് സമ്മർദ്ദം. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം അതാണ് പ്രധാനപ്പെട്ടത്. അതായത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇവിടുത്തെ ചർച്ചിനെ നോക്കിയാൽ ഇവിടെ ചർച്ചിൽ ഒരു പ്രശ്നമില്ല, ഇത്തരം പ്രശ്നമില്ല, വേറെ പ്രശ്നമാണ്. അപ്പോൾ ഇന്നലെ തൃശ്ശൂരെ ചവോടക്കൊക്കെയാണ്. അപ്പോൾ ആ ഓരോ രാജ്യത്തെ ബുദ്ധിമുട്ടുകൾ, ഈ സഭാപരമായ വിശ്വാസപരമായ ബുദ്ധിമുട്ട് നോക്കണം. യൂറോപ്പിലെ പ്രധാന ബുദ്ധിമുട്ട്, അതിപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാർ ജർമ്മനിയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, അവിടുത്തെ പ്രശ്നം ഇത് തന്നെയാണ്. സെലിബേറ്റ് പ്രീസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടുന്നൊക്കെ അച്ഛന്മാരെ ഇറക്കുമതി ചെയ്യുന്ന അത്. നമുക്കിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അച്ഛന്മാരെ വിടുകയാണെങ്കിൽ ഇവിടെയുള്ള രൂപതകളല്ല, സന്യാസ ഭവനങ്ങൾക്കും രൂപതകൾക്കും നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള അവരുടെ ശമ്പളത്തിലൊരു അവരുടെ ചെലവിനുള്ള നിശ്ചിത ശതമാനം എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് അയക്കും. പള്ളിക്കാ. അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തെ പല പ്രസ്ഥാനങ്ങളും ഓടിപ്പോണത്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓടിപ്പോണത്. ഇതിൻ്റെ ഒരു ഇതേ കട്ട് ചെയ്യാനാണ് മോദിജി നോക്കുന്നത്. ഈ വരവ് അതാ മോദിജിയുടെ ലക്ഷ്യം. യൂറോപ്പിലെ സഭയുടെ പ്രശ്നം സെലിബ്രേറ്റ് ആയിട്ടുള്ള അച്ഛന്മാർ ഇല്ല, ആവശ്യത്തിനില്ല. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുന്ന് ഇറക്കുമതി ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നത്, ഇവർ ഈ ഇടവകളെല്ലാം ക്ലബ് ചെയ്യുക, ഒരു ക്ലസ്റ്ററാക്കുന്നു. എന്നിട്ട് ഒരച്ഛന് 8, 10, 15 ഇടവകൾ കൊടുത്ത് വല്ലപ്പോഴും ഒരു കുർബാന, ബാക്കി കുർബാനയ്ക്ക് പകരം അവിടെ ട്രെയിൻ ചെയ്ത അൽമായരെ കൊണ്ട് കുർബാന ചെല്ലാനല്ലേ അനുവാദം ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം ചെല്ലിക്കും, പ്രാർത്ഥന എല്ലാം ചെല്ലിച്ച് സമാധാനത്തിൽ ഇരുത്തുക. പക്ഷെ അവരുടെ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. കുർബാനയാണ് കേന്ദ്രം, അത് കിട്ടുന്നില്ല. ഇതേ പ്രശ്നമാണ്. അപ്പം ഇവർ പരിഹാരം പറയുന്നത് എന്താണ്? യൂറോപ്യൻസ് പ്രകാരം പറയുന്നത് പെണ്ണുങ്ങളെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവിടെ തന്നെ എപ്പിസ്കോപ്പൽ ചർച്ചസ് വേറെയുണ്ട്, പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ്. അവിടെ ഇതേ സഭയിൽ നിന്നും, കത്തോലിക്ക സഭയിൽ നിന്നും മധ്യകാലഘട്ടങ്ങളിൽ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ വിഭജിച്ചു പോയ സഭകൾ നിൽക്കുക. അവിടെയെല്ലാം വിവാഹം ചെയ്ത അച്ഛന്മാരുണ്ട്, വനിതകൾ അച്ഛന്മാരുണ്ട്, വനിതകൾ മെത്രാന്മാരുണ്ട്. അവരും ഇതേ പാരമ്പര്യത്തിൽ വന്നവരാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ നമ്മുടെ സഭ? അതാണ് അവരുടെ ചോദ്യം. യൂറോപ്പിലെ ചർച്ചിന്റെ ചോദ്യം, പെണ്ണുങ്ങളെ മറ്റു സഭകൾ ചെയ്യുന്ന പോലെ പൗരോഹിത്യം കൊടുക്കണം, ഡീക്കംപട്ടം, അത് കഴിഞ്ഞ് പൗരോഹിത്യം കൊടുക്കണമെന്നുള്ളതാണ്. അതാണ് ആ ഡീക്കംപട്ടമാണ് ഇപ്പം ഈ ബ്യൂറോക്രസി കൊണ്ട് തടയപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് യൂറോപ്പിലെ സഭയുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ട് ഇല്ല. ഇനി ഇതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ പ്രശ്നം, അവിടെ വിശ്വാസികൾക്ക് ഉദാശ കിട്ടുന്നില്ല, അച്ഛന്മാരില്ല. അവർ കൊണ്ടുവന്ന പരിഹാരമാർഗമായിരുന്നു വിവാഹിതരായ പുരുഷന്മാർക്ക് അച്ഛന്മാരാക്കാം. അങ്ങനെ നമുക്ക് ഓരോ ഇടവകയിൽ ഓരോരുത്തരെ കൊടുത്താൽ അവിടുത്തെ ഉദാശകൾ നടക്കും, കുർബാന നടക്കും. അതും ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ സഭയെ 2 വലിയ ഭൂഖണ്ഡങ്ങളിലെ സഭയുടെ പ്രതിസന്ധി തുടരുന്നു. കേരളത്തിലെ, ഇന്ത്യയിലെ സഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരുപാട് മെത്രാന്മാർക്കെതിരെ ഒക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നല്ലോ. ലൈംഗിക ആരോപണങ്ങൾ തന്നെ ഉയർന്നു, കന്യാസ്ത്രീകൾ സമരം ചെയ്യുന്ന അവസ്ഥയൊക്കെ. പക്ഷെ അതിനോട് ഇത്രയും ആവശ്യം ഉയർന്നിട്ടും, സഭയ്ക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ഇത്രയും രാഷ്ട്രീയമായിട്ടൊക്കെ ആവശ്യങ്ങൾ ഉയർന്നിട്ടും അതിനോടൊരു അനുതാപപൂർണമായ സമീപനമല്ല പാപ്പ എടുത്തത് എന്ന ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്, അല്ലെ? അതറിയാഞ്ഞിട്ടാണോ? എന്ത് തരം സമ്മർദ്ദമായിരിക്കാം പാപ്പയെ ഭരിച്ചിട്ടുണ്ടാവുക? അതിനകത്ത് 2 കാര്യങ്ങൾ, അത് എന്നെയും ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച ഒരു പ്രശ്നമാണ്. അതായത് നമ്മളൊരാളെ ഫോളോ ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എല്ലാം നമ്മൾ കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇയാൾ പാവങ്ങളുടെ ദരിദ്രയാകണം, പാവങ്ങളുടെ പക്ഷം ചേരണം, മറ്റു മതസ്ഥരോട് തുറവിയുണ്ടാകണം, ഇൻക്ലൂസീവ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സഭ അല്ലെ സമൂഹം ഉണ്ടാകണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇയാളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോഴാണ് ഈ 2 പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എടുത്ത നിലപാടുകളോട് നമുക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റാതെ വരുന്നത്. ഞാനും അത് ചിന്തിച്ച്, എന്തായിരിക്കാം ഇത്രയും തുറവിയുള്ള ഒരു മനുഷ്യൻ, നീതിബോധമുള്ള ഒരു മനുഷ്യൻ, ക്രിസ്തുബോധമുള്ള ഒരു മനുഷ്യൻ എന്തേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? അത് എനിക്ക് തോന്നിയത് എൻ്റെ ഹൈപ്പോത്തേസിസാണ്. കാരണം ഞാൻ തന്നെ ഇതിന് വിശദീകരണം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വിശദീകരണം കിട്ടുന്ന ഒന്ന്, മെത്രാന്മാരുടെ ഇത്തരമുള്ള പ്രശ്നങ്ങളിൽ പുള്ളി ലേറ്റായിട്ടാണേലും അദ്ദേഹം അവിടുന്ന് മാറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നാണേലും ഇതിനകത്ത് ഈ ഒരു സംവിധാനമുണ്ട്.
ഈ സംവിധാനത്തിലൂടെയാണ് അതായത് പോപ്പ് അവിടെ ഇരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഈ സംവിധാനത്തിൽ കൂടെയാണ്. ഓക്കെ. അല്ലാതെ വേറൊരു സോഴ്സ് പുള്ളിക്കില്ല. അപ്പം പുള്ളിക്ക് ഇപ്പോൾ ഇവിടുത്തെ ജലന്ധറിൽ അല്ല വേണ്ട, ഇവിടുത്തെ ചങ്ങനാശ്ശേരിയിലെ എറണാകുളത്തെ ഒരു കാര്യം അറിയണമെന്ന് അതിനുള്ള ഈ നേതൃത്വത്തിൽ കൂടിയേ അറിയുന്നുള്ളൂ. അത്രേ. ഇതാണ് ഇതിൻ്റെ നെറ്റ്വർക്ക്. അപ്പോൾ ഇവർ ഉടനെ തന്നെ അദ്ദേഹം അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ, പുള്ളി നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ആരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും ഐ നീഡ് ഈ ഒരു ഇഷ്യൂ ഒന്ന് അഡ്രസ് എന്താണെന്നുള്ളത് അറിയണം. ഉടനെ ഇന്ത്യയിലെ നുൻഷിയോയെ വിളിക്കും. ഡൽഹിയിൽ ഇരിപ്പുണ്ട് അവിടുത്തെ മാർപ്പാപ്പായിട്ട് പ്രതിനിധി നുൻഷിയോ, അംബാസിഡർ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം എന്നാ ചെയ്യുക, അദ്ദേഹം കറസ്പോണ്ടിങ് ഡയസിസിൻ്റെ മെത്രാനെ വിളിക്കും. കഴിഞ്ഞൊരു ഇഷ്യൂ ഒരു റിപ്പോർട്ട് തരണം, പറച്ചിലല്ല, ഡോക്യുമെൻ്റ് ആയതാണ്. ഉടനെ മെത്രാൻ എന്നായും, മെത്രാൻ അവിടുത്തെ പുള്ളിക്ക് ഏറ്റവും വിശ്വസ്തനായതും പുള്ളിയുടെ മനോഗതം അനുസരിച്ച് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരുത്തിനോട് പറയും റിപ്പോർട്ട്. ഈ റിപ്പോർട്ടാണ് മുകളിലേക്ക്. അപ്പം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ്റെ നെറ്റ്വർക്കിങ് പ്രോബ്ലമാറ്റിക് ആണ്. നമ്മൾ ഈ പറയുന്ന കണക്ക് അത്ര അങ്ങ് നമ്മൾ എന്നാണ് ഒബ്ജക്റ്റീവ് ആകണമെന്നോ സുതാര്യമാകണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതിനകത്തൊക്കെ നല്ല മനുഷ്യരാണെങ്കിൽ സത്യം വരുമെന്നുള്ളതാണ്. ആയിരിക്കണമെന്നില്ലല്ലോ. അതൊന്ന്. രണ്ടാമത്തെ ഭൂമി തർക്കം. ഭൂമി തർക്കത്തിൽ ഇതിനകത്ത് ആ ഒരു പ്രശ്നത്തിലും വന്നത്, അതായത് ഈ പോപ്പ് ഫ്രാൻസിസ് കാത്തലിക് ചർച്ചിൻ്റെ പോപ്പാണ് ഹെഡാന്ന് പറയുമ്പോഴും കാത്തലിക് ചർച്ചിനകത്ത് വേറെ ഒരു ഡിസ്റ്റിങ്ഷനുണ്ട്. ഇത് എന്നാണ്, പല ചർച്ചസിൻ്റെ ഒരു അമാൽഗമേഷൻ, ഒരു കോൺഫെഡറേഷനാണ് എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രബലമായ ചർച്ച് ലാറ്റിൻ ചർച്ച് തന്നെയാണ്. അതാണ് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളത്. അതിൻ്റെ ഒരു ഉത്ഭവം വന്ന ചരിത്രപരമായിട്ട് റോമൻ എംപയർ, കിഴക്കൻ റോമൻ എംപയറും പടിഞ്ഞാറൻ റോമൻ എംപയറുമായിട്ട് രണ്ടായിട്ട് തിരിഞ്ഞപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള ചർച്ചസിനെ ഒന്ന് കിഴക്കൻ ചർച്ചുകളെന്നും മറ്റത് പടിഞ്ഞാറൻ ചർച്ചെന്നും, പടിഞ്ഞാറൻ ചർച്ചിൽ പിന്നീട് ലാറ്റിൻ ചർച്ചായി, കിഴക്കൻ ചർച്ചുകൾ പല ഗ്രൂപ്പുകളായി. അതിലെ ചിലത് വീണ്ടും ഈ റോമൻ പോപ്പിൻ്റെ പരമാധികാരത്തോട് യോജിക്കുന്നവർ റീയുണൈറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഗണമുള്ള ഓറിയൻ്റൽ അല്ലെ കിഴക്കൻ സഭകൾ. അപ്പോൾ ഇതൊരു കോൺഫെഡറേഷൻ ഒരിക്കലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാറ്റിൻ ചർച്ചാണ്. അതേസമയം കേരളത്തിലെ പ്രബലമായ ചർച്ചെന്ന് പറയുന്ന റോമിനോട് ചേർന്ന് നിൽക്കുന്ന ചർച്ചിലെ പ്രധാനമായ സീറോ മലബാർ ചർച്ച് ഇതിലെ ഒരു കിഴക്കൻ സഭയിൽ പെടുന്നതാണ്. അപ്പോൾ ഈ കോൺഫെഡറേഷനിൽ സീറോ മലബാർ ചർച്ചിന് അതിൻ്റേതായ നിയമങ്ങളും സംവിധാനങ്ങളും അധികാര ശ്രേണിയുമുണ്ട്. അപ്പം റോമൻ മാർപ്പാപ്പ ലാറ്റിൻ ചർച്ചിൻ്റെ ഹെഡാണ്, അതേസമയം തന്നെ ഈ കോൺഫെഡറേഷൻ്റെ മൊത്തം ഹെഡുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഓരോ ചെറിയ ഇൻഡിവിജ്വൽ ചർച്ചസിൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നതിൽ റിസർവേഷനുണ്ട്, പരിമിതികളുണ്ട്. പരിമിതികളുള്ളത് കൊണ്ട് അദ്ദേഹം മറ്റതിൽ ഇടപെടുന്ന പോലെ അത്ര ഈസി അല്ല, അല്പം സൂക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രാക്ടിക്കലി സെമി ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ്. അതിനകത്ത് ഞാൻ കയറി ഇടപെട്ട് അവരെ ഒഫൻഡ് ചെയ്യണം, അതും തലപ്പത്തിരിക്കുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട്. രണ്ട്, മുമ്പേ പറ്റുന്ന ഇൻഫർമേഷൻ കിട്ടുന്ന വഴികൾ അതും പ്രശ്നമാണ്, ഇതും പ്രശ്നമാണ്. അപ്പം ഇൻഫർമേഷൻ ഏത് സ്രോതസ്സിൽ നിന്ന് വരുന്നു എന്നതിനെ, അത് രണ്ടും പ്രശ്നമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു മാർജിൻ ഓഫ് എറർ ഇട്ടത് ഈ രണ്ട് കാരണങ്ങളാണ്. അപ്പം എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇട്ടതായിരിക്കാം. സ്നേഹമില്ലാത്തവർ പറയും ഇയാൾ ഈ കാര്യത്തിൽ തെറ്റിപ്പോയി എന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം അതൊരു അഭിപ്രായമാണ്. ഇതും എൻ്റെതും മറ്റൊരു അഭിപ്രായം എന്നുള്ളൂ. ഇദ്ദേഹത്തോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു മാർജിൻ ഓഫ് എറർ പുള്ളിക്ക് കൊടുക്കുന്നു. അവസാനമായിട്ട് ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെന്ന് പറഞ്ഞല്ലോ പാപ്പന്റെ അടുത്ത്. കാരണം നിങ്ങൾ ഇങ്ങനെ ആയപ്പോ തൊട്ടിട്ട് ചരിത്രം അന്വേഷിച്ചു പോയിട്ടുണ്ട്, അത് കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, എന്താ പറയാ തിയോളജിക്കലും അല്ലാത്തതുമായിട്ടുള്ള മാറ്റങ്ങളെയൊക്കെ സൂക്ഷ്മമായിട്ട് കൂടെ തന്നെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം അസുഖമായിട്ട് കിടന്നതാണ് പാപ്പ. അവസാന കാലഘട്ടത്തില് ഒരു മരണം സംഭവിക്കുന്ന സമയത്ത് ഇപ്പൊ 6 മാസമാവാണ് പാപ്പ മരണം സംഭവിച്ചിട്ട് 6 മാസമാവുന്നു. ഇപ്പൊ എന്താ തോന്നുന്നത്? ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാവില്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോകുന്ന സമയത്ത് നമുക്കതിനെ മറികടക്കാനൊക്കെ കുറെ സമയമൊക്കെ എടുക്കും. നമ്മൾ ഓർമ്മയിൽ വരും, ഇനി ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നിങ്ങളൊരു ഫാദറും കൂടിയിട്ടാ ഈ ബിബ്ലിക്കലായിട്ടുള്ള സംഗതികളെ, ദൈവത്തിന്റെ വിശ്വാസം ഉള്ള ഒരാളാണ്, മരണശേഷമുള്ള കൺസെപ്റ്റ് വേറെ ആയിരിക്കാം, എന്നാലും ഒക്കെ എല്ലാം കൂടെ ഉൾക്കൊണ്ട് ഞാൻ ചോദിക്കും, സ്നേഹവും ഇതെല്ലാം മുൻനിർത്തി ചോദിക്കുക, ഇപ്പൊ എന്താ തോന്നുന്നത് ഒരു മരണശേഷം, ഒരു പോപ്പിന്റെ മരണശേഷം? ചരിത്രത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട പോപ്പ്മാര് കുറവുമാണ്. എന്ത് തോന്നുന്നു ആസ് എ ഇൻഡിവിജ്വലും അല്ലാണ്ടും ഒരു ഫാദർ എന്നുള്ള രീതി, ക്ലേർജി എന്നുള്ള രീതിയിലും?
അല്ലേ ഇത് മെല്ലെ ചോദിച്ചാൽ നന്നായി. അതായത് എനിക്ക് ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ആർട്ടിക്കുലേറ്റ് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അത് ഞാൻ 2013 തന്നെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഒരു ഗഡ് ഫീലിംഗ് എന്നൊക്കെ പറയും, പെട്ടെന്ന് നമുക്ക് തോന്നും അത് തെറ്റാകാൻ വഴിയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അന്നത്തെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ കാരുണികൻ്റെ എഡിറ്ററാണ്, ഞാൻ അതിൻ്റെ ഫൗണ്ടർ എഡിറ്ററായിരുന്നു. അന്ന് ഞാൻ അതിനകത്ത് എഴുതി ടൈറ്റിൽ തന്നെ കൊടുത്തു ദ തേർഡ് ക്രൈസ്റ്റ്. കാരണം ഒരു ഗഡ് ഫീലിംഗാണ്. കാരണം ഇയാൾ ചെയ്യുന്നതും പറയുന്നതും കേട്ടിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗോസ്പലിൽ പറയുന്ന ജീസസിനെയാണ്. സെക്കൻഡ് ക്രൈസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അസീസിയിലെ ഫ്രാൻസിസ്. ഇനി നമുക്ക് കൊടുക്കാവുന്ന ഒരു ടൈറ്റില് ദ തേർഡ് ക്രൈസ്റ്റ്. അത് ഞാൻ അന്ന് തന്നെ ആർട്ടിക്കുലേ. അപ്പൊ ചിലരൊക്കെ എന്നെ വിളിച്ചു, താനാടോ ഈ പറയണേ? എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, താൻ വേണേ അത് വെട്ടിക്കോ, അല്ലാതിപ്പോ എന്ത് ചെയ്യാൻ. അതെ. അപ്പോൾ ഈ ഒരു അനുഭവം എനിക്ക് ഇന്നുമുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ 2013 മുതൽ 25 വരെയുള്ള 12 വർഷവും ചുരുക്കം മാസങ്ങളും ഈ കാലഘട്ടത്തിൽ ആഗോള ലോകത്തിലാകമാനം, ഞാൻ സഭയിൽ നിന്നൊന്നും പറയില്ല, ലോകത്തിലാകമാനം ഈ 12 വർഷക്കാലം ജീസസിനെ ഈ കാലഘട്ടത്തിലും ഈ ലോകത്തിനും അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു. ജീസസ് എങ്ങനായിരിക്കും എന്ന് കാണിച്ചു കൊടുത്ത മനുഷ്യൻ. ഇത് ബെസ്റ്റ് എക്സാമ്പിൾ. അതുകൊണ്ട് ആ തേർഡ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത് അങ്ങില്ലാതായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്നാ പറയുന്നത്, ഒരു മിസ്സിങ് ഫീലിംഗ്. ഈ നൂറ്റാണ്ടിലല്ല, ഇതിന് മുമ്പുള്ള പല നൂറ്റാണ്ടുകൾ എടുത്താലും, എത്ര നൂറ്റാണ്ടുകൾ എടുത്താലും ഇത്രയും ജീസസിനെ അവതരിപ്പിച്ച റിഫ്ലക്റ്റ് ചെയ്ത ഒരു പോപ്പ് ഉണ്ടായിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ സഹസ്രാബ്ദത്തിലെ ഏറ്റവും ബെസ്റ്റ് റിഫ്ലക്ഷൻ, ഏറ്റവും ബെസ്റ്റ് ഇമേജ് ഓഫ് ക്രൈസ്റ്റ് അതായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്നാണ് എൻ്റെ ഇവാലുവേഷൻ. അത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. കാലം അത് തെളിയിക്കുക. അതുകൊണ്ടാണ് ദ തേർഡ് ക്രൈസ്റ്റ് എന്ന് പറയാൻ ഹോർഹെ മാരിയോ ബെർഗോളിയോ എന്ന പോപ്പ് ഫ്രാൻസിസ് തന്നെയാണ്.